Hello, good evening. So, നമ്മൾ ഫിസിക്സിന്റെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് കുറേ ദിവസമായില്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫിസിക്സിന്റെ ക്ലാസ്സും കഴിഞ്ഞ് പോയതാണ്. അപ്പം എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങിയാലോ? സോ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരൊറ്റ ലൈവിൽ നമ്മൾ 4 ചാപ്റ്റേഴ്സ് തീർക്കും. 4 ചാപ്റ്റേഴ്സ് വി ആർ ഗോണ കംപ്ലീറ്റ്. ക്ലിയർ? സോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരെയും കൂട്ടി വേഗം വരിക. ഹായ് മിസ്, ഹായ്. സോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, വേഗം ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് വരിക. നമുക്ക് ഇന്ന് 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നതാണ്. ആഫ്റ്റർ ദാറ്റ് കുറേ ലൈവ്സ് വരുന്നതായിരിക്കും, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഈവൻ നിങ്ങളുടെ എക്സാമിൻ്റെ അന്നും മോർണിംഗ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യണോ ആർക്കെങ്കിലും വേണ്ടി? Okay, so that's it. So let's start. Right, നമ്മുടെ first chapter എടുത്ത് തുടങ്ങാൻ പോവാണ്. Not the first chapter. The chapter is motion and laws of motion. ചലനവും ചലന നിയമങ്ങളും. ഈ ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. And we are gonna complete ധാരാ വൈദ്യുതി, current, electricity വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് തീർക്കും. Okay, is it clear? Is it clear? Okay. So ചലനവും ചലന നിയമങ്ങളും. ഈ ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് അല്ലേ? സോ ദർ ആർ 2 pictures actually, not 2, 3 actually. So here, see. ഇവിടെ ഈ ഫസ്റ്റ് പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആം റെസ്ലിംഗ് നടക്കുകയാണ് അല്ലേ? ആൻഡ് ദ സെക്കൻഡ് പിക്ചർ വാട്ട് ഹാപ്പൻ, ഒരാൾ ജയിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഒരാൾ ജയിച്ചത്? ആ കളിച്ച ആൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അവിടെ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അല്ലേ? ആരാണോ ജയിക്കുന്നത് അയാളായിരിക്കും കൂടുതൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടാവുക അല്ലേ? സോ 2 ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഏത് ഡയറക്ഷനിലാണോ കൂടുതൽ ഫോഴ്സ് ഉണ്ടായിട്ടുള്ളത് അവിടെ അയാളായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക. സോ ആ ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കോ? ഓഫ് കോഴ്സ് നോട്ട്. ഈ ഫോഴ്സ് ബാലൻസ്ഡ് അല്ല. ഇതെന്ത് ഫോഴ്സ് ആണ്? ഇതൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അല്ലേ? സോ ദിസ് ഇസ് an unbalanced force. Unbalanced force. And here in the third picture, see, 2 ആൾക്കാർ ഒരു മാസ് എന്തോ ഒരു ബ്ലോക്ക് 2 സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്നുണ്ട് in opposite direction. 2 ആൾക്കാർ പുഷ് ചെയ്യുന്നു ആൻഡ് ഇത് മൂവ് ചെയ്യുന്നില്ല. Which means this is balanced force. ഇത് എന്ത് ഫോഴ്സ് ആണ്? ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലം എന്ന് പറയും ഇതിനെ അല്ലേ? ഇതിന്റെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? ബാലൻസ്ഡ് ഫോഴ്സിന്റെ കേസിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് വിച്ച് ഇസ് 0. ബാലൻസ്ഡ് ഫോഴ്സിലെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സിലോ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ കൂടുതൽ ഫോഴ്സ് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുമോ? ഓഫ് കോഴ്സ് നോട്ട്. സോ അൺബാലൻസ്ഡ് ഫോഴ്സിൽ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കില്ല? നെറ്റ് ഫോഴ്സ് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആവുന്നുണ്ട്. വിച്ച് മീൻസ് ഇവിടെ ഒരു മൂവ്മെന്റും ഉണ്ടാവുന്നില്ല. ഈ ഒബ്ജക്റ്റിന് ഒരു മൂവ്മെന്റും ഉണ്ടാവുന്നില്ല. അതായത് ബാലൻസ്ഡ് ഫോഴ്സിന് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മോഷനിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനോ പറ്റില്ല. ഓക്കെ, ബാലൻസ്ഡ് ഫോഴ്സിന് ഒരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. ബട്ട് അൺബാലൻസ്ഡ് ഫോഴ്സിന് എന്ത് പറ്റും? റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മോഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനും മൂവ്മെന്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും എന്തിനു പറ്റും? അൺബാലൻസ്ഡ് ഫോഴ്സിന് പറ്റും. ക്ലിയർ? സോ ഈ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് സന്തുലിത ബലം ആൻഡ് അസന്തുലിത ബലം. സോ ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന്റെ ചലന ദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയും ചെയ്യുന്നു. ദാറ്റ് ഈസ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓർക്കേണ്ട കാര്യം അവിടെ നെറ്റ് ഫോഴ്സ് വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ദ സെക്കൻഡ് കേസ്, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങളെ സന്തുലിത ബലം എന്ന് പറയുന്നു. ഇത്തരം ബലങ്ങൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലാവസ്ഥയിലേക്ക് ആക്കാനോ പറ്റില്ല. അതായത് ഇതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ? ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക്. സോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇവിടെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ 1ാം ചലന നിയമം. എന്താണ് ന്യൂട്ടന്റെ 1ാം ചലന നിയമം?
ഹിയർ ഇറ്റ് ഈസ്. ലെറ്റ് മീ റീഡ് ദ ഡെഫിനിഷൻ. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖാ ചലനത്തിലോ തുടരുന്നതാണ്. അതാണ് ഒന്നാം ചലന നിയമം. എവറി ഒബ്ജക്ട് കണ്ടിന്യൂ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or in a uniform motion until and unless an external unbalanced force act upon it. നമുക്കറിയാം ബാലൻസ് ഫോഴ്സ് ആക്ട് ചെയ്താൽ എന്ത് സംഭവിക്കില്ല, അതിനൊരു ചേഞ്ചും വരുത്താൻ പറ്റില്ല. അപ്പം ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോൾ, അപ്പോൾ അത് യൂണിഫോം മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെ കൊടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ ബോൾ അവിടെ നിൽക്കുള്ളൂ. അതായത് മോഷനിലുള്ളതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിരിക്കണം. ഇനി നെക്സ്റ്റ്, ഇത് റെസ്റ്റിലാണ്, ഇതിനെ മൂവ്മെന്റിലേക്ക് ആക്കണമെങ്കിലോ അവിടെയും എന്ത് വേണം, ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, ഇതിനെ റെസ്റ്റിൽ നിന്ന് മൂവ്മെന്റിലേക്ക് അല്ലെങ്കിൽ മോഷൻ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഓക്കെ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഒന്ന് കമന്റ് ചെയ്തേ. Okay, so we are going to take the next topic, inertia. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ലോസ് ഓഫ് മോഷൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഒരു ബോഡി റെസ്റ്റിലാണ്, അതിന് വേറെ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റുന്നില്ല. അതായത് അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനൊരു എബിലിറ്റി ഇല്ല. എന്തിനുള്ള, അതിന് സ്വന്തമായിട്ട് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് മോഷനിലേക്ക് വരാനോ അല്ലെ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് സ്വന്തമായിട്ട് റെസ്റ്റിലേക്ക് വരാനോ ഉള്ള ഒരു എബിലിറ്റി ഇല്ല. ആ ഇന്നബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ. ഓക്കെ, റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണെങ്കിലോ യൂണിഫോം മോഷനിലായിരിക്കും. അതിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ നോക്കുക, ഇനേർഷ്യ ഈസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ബൈ ഇറ്റ് സെൽഫ്. അതിന് സ്വന്തമായിട്ട് മാറ്റം വരുത്താൻ പറ്റില്ല. പിന്നെ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണത അഥവാ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നിശ്ചല ജഡത്വം എന്ന് പറയുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഒരു ഗ്ലാസ് ആൻഡ് ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് വെക്കുന്നു, ഇതിന്റെ മുകളിൽ നമ്മൾ ഒരു പേപ്പർ വെക്കുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് അറിയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് അല്ലേ, ഒരു കോയിനും വെക്കുന്നു. ദെൻ ഈ പേപ്പർ തട്ടി കളഞ്ഞാൽ എന്ത് സംഭവിക്കും, പേപ്പറിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വലിച്ചാൽ ഈ കോയിൻ ഈ വെള്ളത്തിലേക്ക് വീഴും അല്ലേ, ആ ഗ്ലാസ്സിലേക്ക് വീഴും. ഡ്യൂ ടു വാട്ട്, അത് അത്രയും നേരം ഈ കോയിൻ റെസ്റ്റിലായിരുന്നു അല്ലെ, അത് റെസ്റ്റിലായിരുന്നു. പെട്ടെന്ന് അതിന് ഇവിടെ പേപ്പർ മാറ്റിയപ്പോൾ അത് എന്തിൽ തന്നെ തുടരാനുള്ള പ്രവണത കാണിച്ചു, റെസ്റ്റ് ആയിട്ടാണ്, അതായത് റെസ്റ്റ് പൊസിഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രവണത അത് കാണിച്ചു. അതിന് പെട്ടെന്ന് മോഷനിലേക്ക് മാറാൻ പറ്റിയില്ല. അതാണ് എന്ത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനി നമ്മൾ കാണുന്നതാണ് അത്ലറ്റ്സ് ഒക്കെ ഓടിക്കഴിയുമ്പോൾ ആഫ്റ്റർ ദാറ്റ് അവരത് പാസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും കുറച്ച് നേരം കൂടി ഓടും. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് അവർ അത്രയും നേരം ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പെട്ടെന്ന് അവർക്ക് എന്തിലേക്ക് മാറാൻ പറ്റില്ല, റെസ്റ്റിലേക്ക് വരാൻ പറ്റില്ല. അതായത് അവര് മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് അവർക്ക് എന്തിലേക്ക് മാറാൻ പറ്റില്ല, റെസ്റ്റിലേക്ക് മാറാൻ പറ്റില്ല. അതായത് ഒരു ബോഡിക്ക് സ്വന്തമായിട്ട് അതിന്റെ സ്റ്റേറ്റ് മാറ്റാനുള്ള കഴിവില്ലായ്മേനാണ് നമ്മൾ എന്ത് പറയാ, അല്ലെങ്കിൽ ഇനബിലിറ്റിനാണ് നമ്മൾ എന്ത് പറയാ, ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ, is it clear? So then the next, മാസും ജഡത്വവും. മാസും ജഡത്വവും, ഇനേർഷ്യ ആൻഡ് മാസ്. Is there any relation between inertia and mass? എന്തെങ്കിലും ബന്ധമുണ്ടോ? Of course yes. നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ പാറക്കല്ല് താഴേക്ക് ഉരുട്ടി വിടുന്നു. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ചെറിയ പാറക്കല്ലും എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു കല്ലും ഉരുട്ടി വിടുന്നു, താഴേക്ക് ഉരുട്ടി വിടുന്നു. ഇതിലേതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് നിർത്താൻ എളുപ്പം? വിച്ച് ഈസ് ദ ഈസിയസ്റ്റ് വൺ? ഏതായിരിക്കും? ചെറിയ കല്ലായിരിക്കോ വലിയ കല്ലായിരിക്കോ? അഫ്കോഴ്സ് ഇതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം നിർത്താൻ പറ്റുക അല്ലേ. മറ്റേത് കുറച്ച് നല്ല ഹെവിയാണ്, നിങ്ങൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. വിച്ച് മീൻസ് ഇത് മോഷനിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് അതിന്റെ റെസ്റ്റ് പൊസിഷനിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല. അതായത് മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തും കൂടുന്നുണ്ട്, ഇനേർഷ്യ ഇസ് ഓൾസോ ഇൻക്രീസിങ്, ജഡത്വം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ മാസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് inertia is also increasing. Inertia is also increasing. Clear? So same way,
രണ്ട് റെസ്റ്റിൽ നിൽക്കുന്ന രണ്ട് ഒബ്ജക്റ്റ്, ഒരു വലിയ പാറക്കല്ലും ഒരു ചെറുതും വെക്കുന്നു. അതിനെ നമുക്ക് മോഷനിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ ഫോഴ്സ് നമ്മൾ എടുക്കേണ്ട ഏതിനായിരിക്കും? വലുതിനായിരിക്കും. അതായത് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഫോഴ്സ് നമ്മൾ മാസ് കൂടിയതിന് കൊടുക്കേണ്ടി വരും. സോ മാസ് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? ഇനേർഷ്യ കൂടും. മാസും ജഡത്വവും അത് റിലേറ്റഡ് ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടും. ക്ലിയർ? സോ ദെൻ ദ നെക്സ്റ്റ് ഇസ് ആക്കം അഥവാ മൊമെന്റം. വാട്ട് ഇസ് മൊമെന്റം? ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു ഇവിടെ ലെറ്റ്സ് സീ ഒരു ഗ്ലാസ് വെക്കുന്നു, ഒരു ഗ്ലാസ് പ്ലേറ്റ് വെക്കുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഞാൻ ചെറിയൊരു കല്ലോ എന്തെങ്കിലും ചെറിയൊരു ഒബ്ജക്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കുന്നു. ചെറിയൊരു കുഞ്ഞി മാർബിളിൻ്റെ പീസോ എന്തെങ്കിലും സംതിങ് ഐ കീപ്പ് ഓവർ ഹിയർ. ഓക്കെ, ഇതിനെന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റില്ല. ഞാൻ മെല്ലെ വെക്കുമ്പോൾ അതിനൊന്നും പറ്റില്ല. പക്ഷെ അത് സെയിം സാധനം ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് നല്ലപോലെ ഇതിൻ്റെ മുകളിലേക്ക് ശക്തിയായിട്ട് എറിയുന്നു. ഡെഫിനറ്റ്ലി ദിസ് ഗ്ലാസ് ഗോണ ബ്രേക്ക് അല്ലേ? ഗ്ലാസ് എന്തായാലും എന്ത് ചെയ്യും? ബ്രേക്ക് ആവും. കാരണം എന്താ? സെയിം ഒബ്ജക്റ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ എറിഞ്ഞത്. പക്ഷെ എന്ത് മാറ്റാണ് അവിടെ വന്നത്? ആദ്യത്തെ കേസിൽ, ആദ്യത്തെ സിനാരിയോയിൽ ഇല്ലാത്ത എന്തോ ഒന്ന് രണ്ടാമത്തെ കേസിൽ വന്നു. വാട്ട് ഈസ് ദാറ്റ്? എന്തായിരിക്കും അത്? എന്താണത്? അറിയോ? യെസ്, നമ്മൾ എറിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ ഇനേർഷ്യ എറിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും അല്ലേ? നമ്മൾ എറിയുമ്പം വെലോസിറ്റി കൂടും അല്ലേ? സ്പീഡ് കൂടും, വെലോസിറ്റി കൂടും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഗ്ലാസ് ബ്രേക്ക് ചെയ്യും. അതായത് ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് മാത്രമുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് എന്ത്? മൊമെന്റം. ഓക്കെ, മൊമെന്റം ഇസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിങ് ഒബ്ജക്ട്. ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ മാത്രം സവിശേഷ ഗുണമാണ് എന്ത്? മൊമെന്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. അതായത് മാസ് ഇൻക്രീസ് ചെയ്താലും വെലോസിറ്റി ഇൻക്രീസ് ചെയ്താലും എന്ത് സംഭവിക്കും? ആക്കം ഉണ്ടാകും അഥവാ മൊമെന്റം ഉണ്ടാകും. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ P is equal to m into v. Okay, momentum is equal to mass into velocity. ഇനി മാസ് 0 ആണെങ്കിലോ? Of course we know that momentum 0 ആയി പോകും. ഇനി വെലോസിറ്റി ഇല്ലെങ്കിലോ? വെലോസിറ്റി 0 ആണെങ്കിലോ? വെലോസിറ്റി 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? മൊമെന്റം 0 ആയിരിക്കും. അപ്പം റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എന്തുണ്ടാവില്ല? മൊമെന്റം ഉണ്ടാവില്ല. ഓക്കെ, സോ ദെൻ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം, ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ. വാട്ട് ഈസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ? ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് എന്തിന് പ്രപ്പോർഷനിലാണെന്നാണ് പറയുന്നത്? അതിൻ്റെ മുകളിൽ, ആ വസ്തുവിന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലത്തിന്, അസന്തുലിത ബാഹ്യബലത്തിന് പ്രപ്പോർഷനിലാണ് അല്ലെങ്കിൽ നേർ അനുപാതത്തിലാണെന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിന് എന്തുണ്ടാകും? മൊമെന്റം ഉണ്ടാകും. ആൻഡ് അഗെയിൻ വി ആർ അപ്ലൈയിങ് ഫോഴ്സ്. ഓക്കെ, നമ്മൾ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് അതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നു. എന്ത് സംഭവിക്കും? വെലോസിറ്റി ചേഞ്ച് ചെയ്യും. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തും ചേഞ്ച് ചെയ്യും? നമ്മളുടെ മൊമെന്റം ചേഞ്ച് ചെയ്യും അല്ലേ? അപ്പൊ ആക്ക വ്യത്യാസത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം? ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ഡെറിവേഷൻ ഉണ്ട്. ഐ വിൽ ഷോ ഇറ്റ്. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റി ചേഞ്ച് സംഭവിക്കുമ്പോൾ അതിൻ്റെ മൊമെന്റത്തിലും ചേഞ്ച് സംഭവിക്കും. സോ ഇനീഷ്യൽ മൊമെന്റം which is equal to mass into velocity. So I'm taking m1 into v1. Okay, m1 into v1 or m1 into u1 or whatever you want you can take. So here I'm taking m1 into v1. Then final momentum which is nothing but m1 into v2. Okay, velocity change ചെയ്തു അല്ലേ? വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ മൊമെന്റം ചേഞ്ച് ചെയ്തു. ഇനി ഇതിന്റെ ചേഞ്ച് എങ്ങനെയാ കാണുക? ചേഞ്ച് ഇൻ മൊമെന്റം എങ്ങനെ കാണാം? Change in momentum which is nothing but m1 v2 minus m1 v1. Okay, rate of change is nothing but നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടി? റേറ്റ് ഓഫ് ചേഞ്ച് കിട്ടി അല്ലേ? സോ rate of change which is equal to m1 v2 minus m1 v1 divided by time. This is nothing but rate of change in momentum. So എന്താണ് പറഞ്ഞത്? Force is directly proportional to rate of change of momentum. So F is proportional to
m1 into v2 minus m1 into v1 divided by t. ഇതിൽ മാസ് സെയിം അല്ലേ? ഒബ്ജക്റ്റ് കുറച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ മാസ് ചേഞ്ച് ചെയ്യോ? ഇല്ല. സോ വി ക്യാൻ റൈറ്റ് m പുറത്തെടുത്തിടാം. സോ v2 minus v1 divided by t. So this is, listen here, v2 minus v1, velocity change with respect to time is nothing but acceleration. ഇതെന്താണ്? Acceleration ആണ്. So f is proportional to mass into acceleration. ഇതിന് നമുക്ക് എന്ത് എഴുതാം? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ f is equal to kma. k നമ്മൾ എന്തെടുക്കുന്നു? which is equal to 1. So the equation is f is equal to mass into acceleration. You have to remember this equation. It is very important. നമുക്ക് വേറെ ചാപ്റ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്ന ഇക്വേഷൻ ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, ഫോഴ്സ് ഇസ് നത്തിങ് ബട്ട് മാസ് ഇൻടു ആക്സിലറേഷൻ. മാസും ത്വരണവും എന്താണ്? ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, എവറി ചാപ്റ്റേഴ്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. 2 ചാപ്റ്റർ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, എവറി ചാപ്റ്റേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫൈനൽ പബ്ലിക് എക്സാം അല്ലേ, എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻടു ആക്സിലറേഷൻ. പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ്. ആൻഡ് ദ നെക്സ്റ്റ്, ആവേഗം ഓർ ഇമ്പൾസ്. ഓക്കെ, വളരെ ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കാണ്, ചെറിയൊരു കോൺസെപ്റ്റാണ്. അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. ഒരു ആണി എടുത്തിട്ട് നമ്മൾ ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ മെല്ലെ 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 അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ മുകളിൽ പെട്ടെന്ന് കയറുമോ? ചുമരിലേക്ക് വേഗം കയറുമോ? ഇല്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അതവിടെ വെച്ച് പെട്ടെന്നൊന്ന് അടിക്കുകയാണെങ്കിലോ അത് വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറും അല്ലേ? സെയിം വേ നിങ്ങൾക്കറിയാം, ഫുട്ബോൾ കളിക്കുമ്പം അല്ലെ, ഗോൾ അടിക്കാൻ പോകുമ്പം ഒരു ഷോർട്ട് ടൈം ഓഫ് ഇൻ്റർവെല്ലായിരിക്കും എന്ത് ചെയ്യുക? ബോൾ കിക്ക് ചെയ്യുക. വിച്ച് മീൻസ് ഇൻ എ ഷോർട്ട് ടൈം ഓഫ് ഇൻ്റർവെൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുക? നമ്മൾ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്ന് പറയാം. ഓക്കെ, ഷോർട്ട് ടൈം ഓഫ് ഇൻ്റർവെല്ലിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയാം. സോ പ്ലീസ് ഡു റിമെമ്പർ ദ ഇക്വേഷൻ. Impulse is equal to force into time. Okay, ആവേഗം which is equal to ബലം into സമയം. എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആൻഡ് ടൈമിന്റെ യൂണിറ്റ് which is nothing but second. This is unit. Okay, clear? Is it clear? ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആവേഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ സമയത്തേക്ക് ഒരു കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്, കൂടുതൽ ഫോഴ്സ് എടുക്കുന്നതിനാണ് എന്ത് പറയുക? ആവേഗം എന്ന് പറയാം. ഓക്കെ, സോ ദെൻ ന്യൂട്ടന്റെ 3ാം ചലന നിയമം, തേർഡ് ലോ ഓഫ് മോഷൻ. വെരി ഈസി. ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് അറിയുന്ന ഒരു തിയറിയാണ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ആണല്ലേ ഇത്. എന്താണ്? ഏതൊരു പ്രവർത്തനത്തിനും അതിന് സന്തുലിതവും ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും അല്ലേ? Every action there is an equal and opposite reaction. This is Newton's third law. എന്താണ് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾസ്? എന്താണ് എക്സാമ്പിൾസ്? എന്തൊക്കെയാണെന്ന് അറിയാം? ഒന്ന് കമന്റ് ചെയ്തേ. ന്യൂട്ടൺ തേർഡ് ലോക്കുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഒന്ന് വേഗം കമന്റ് ചെയ്തേ. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ നീന്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കൈ കൊണ്ട് നമ്മൾ എങ്ങോട്ട് ബലം പ്രയോഗിക്കും? നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ ബലം പ്രയോഗിക്കും അല്ലേ? വെള്ളത്തിനിട്ട് അടിക്കും. അപ്പോൾ വെള്ളം എന്ത് ചെയ്യും? വെള്ളം നേരെ തിരിച്ച് നമുക്കും അടി തരും. ആ അടി കൊണ്ട് നമ്മൾ എന്താകും? നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫോർവേഡായിട്ട് സ്വിം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ കൈ കൊണ്ട് വെള്ളത്തിലേക്ക് ഒരു ബലം കൊടുക്കുമ്പം വെള്ളം നേരെ തിരിച്ചൊരു ബലം നമുക്ക് തരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ റീസൺ. സോ ആക്ഷൻ എന്ന് പറയുന്നത് കൈ വെള്ളത്തിന് കൊടുക്കുന്ന ബലവും വെള്ളം തിരിച്ച് കൈക്ക് തരുന്ന ബലമാണ് എന്ത്? റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ അതേപോലെ തന്നെ നമ്മൾ തോണിയിൽ പങ്കായം കൊണ്ട് തുഴയുമ്പോൾ എന്താ സംഭവിക്കുക? പങ്കായം വെള്ളത്തിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ആൻഡ് വെള്ളം എന്ത് ചെയ്യുന്നു? വെള്ളം നേരെ തിരിച്ച് ഫോഴ്സ് പങ്കായത്തിന് കൊടുക്കുന്നു. സോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, സോ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ബോഡി എ എന്ന് പറയുന്ന ബോഡി ഒരു ബി എന്ന് പറയുന്ന ബോഡീൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുത്തു. ഓക്കെ, എ ബി. സോ ദിസ് ഫോഴ്സ് ഇസ് നത്തിങ് ബട്ട് എഫ് എ ബി, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി.
എ എന്ന് പറയുന്ന ബോഡി ബി എന്ന് പറയുന്ന ഒരു ബോഡീൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുത്തു. സോ അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ബി ഈസ് ഓൾസോ അപ്ലൈയിങ് എ ഫോഴ്സ് എഗെയിൻസ്റ്റ് എ. എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, വിച്ച് ഇസ് ഈക്വൽ. എ കൊടുത്ത ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ദിസ് വി ക്യാൻ റൈറ്റ് എഫ് ബി എ, അതായത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ സൈൻ എന്തായിരിക്കും വരിക? നെഗറ്റീവ്. ബിക്കോസ് ഈ കൊടുത്ത എഫ് എ ബി കൊടുത്ത ഡയറക്ഷനിലാണോ മറ്റേ എഫ് ബി എ വന്നത്? അല്ല, വിച്ച് ഇസ് ഓപ്പോസിറ്റ്, നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എഫ് എ ബി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ. ഓക്കെ, ലെറ്റേഴ്സ് ഒക്കെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായിട്ടുണ്ടോ? സെയിം അതേപോലെ തന്നെ നമ്മൾ ചുമരിൻ്റെ മുകളിലൊക്കെ ഇരിക്കുമ്പം കൈ ചുമരിനൊരു ഫോഴ്സ് കൊടുത്തു, അതേ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ചുമര് കൈക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കൈ വേദനയാവുന്നത്. പക്ഷെ അത് ഓപ്പോസിറ്റ് ആണ്. ദാറ്റ്സ് വൈ വി ഷുഡ് കീപ് ദിസ് മൈനസ് സൈൻ ഓവർ ഹിയർ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, യെസ്. സോ നെക്സ്റ്റ്, ആക്ക സംരക്ഷണ നിയമം ഒരു ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്? ഇവിടെ ഈ ഡയഗ്രാം നോക്കുക. നിങ്ങൾക്ക് ഈ ഡയഗ്രാം തന്നെ ക്വസ്റ്റ്യനിൽ വരും. ഓക്കെ, നിങ്ങളുടെ ലാസ്റ്റ് ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സോ ഹിയർ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഗോലി ആദ്യം ഇങ്ങോട്ട് തള്ളി വിടുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ എല്ലാ ഗോലിയും പോവുമോ? ഇല്ല, ഒരു ഗോലി ഇവിടെ നിന്നും തെറിച്ചു പോയിട്ട് തിരിച്ചു വരും. രണ്ടെണ്ണം വിടുമ്പോഴോ? രണ്ടെണ്ണം പോയിട്ട് നേരെ തിരിച്ചു വരും. അപ്പോൾ ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ, ഒരു ബാഹ്യബലം സിസ്റ്റത്തിന് കൊടുത്തിട്ടില്ല എങ്കിൽ അതിൻ്റെ ആകെ ആക്കം എന്തായിരിക്കും എന്ന് പറയുന്നത്? ടോട്ടൽ മൊമെന്റം ഓഫ് ദാറ്റ് സിസ്റ്റം വിച്ച് ഇസ് എ കോൺസ്റ്റന്റ്. അത് കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ആ വ്യൂഹത്തിന്റെ ആകെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ലെറ്റേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു രണ്ട് ഒബ്ജക്റ്റ്, m1 മാസുള്ളൊരു ഒബ്ജക്റ്റ് ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, u1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് m2 മാസുള്ളൊരു ഒബ്ജക്റ്റ് u2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് അറ്റ് എ പോയിന്റ് എന്ത് ചെയ്യുന്നു? രണ്ടും കൂടി കൊളൈഡ് ചെയ്യുന്നു. ആൻഡ് പിന്നെ എന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്തിട്ട് രണ്ടായിട്ടല്ലേ പോകുന്നത്. സോ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി, മാസ് ചേഞ്ച് ചെയ്യില്ല, പക്ഷെ വെലോസിറ്റി v1 ആയി. ആൻഡ് m2ന്റെ വെലോസിറ്റി എന്തായി? m2 is also become v2. ഓക്കെ, രണ്ടിന്റെ വെലോസിറ്റിയും ചേഞ്ച് ചെയ്തു. സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണ് പറയുന്നത്? ഇതിന്റെ ടോട്ടൽ മൊമെന്റം, മാസിന്റെ വെലോസിറ്റിയാണ് മൊമെന്റം, അതായത് ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ, ഓക്കെ, ബിഫോർ കൊളീഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഇതിന്റെ മൊമെന്റം, ഇതിന്റെ ആക്കം എന്ന് പറയുന്നത് കൂട്ടിയിടിക്കുന്നതിന്റെ മുന്നേ ഉള്ള ആക്കവും കൂട്ടിയിടിച്ചതിന് ശേഷമുള്ള ഈ സിസ്റ്റത്തിന്റെ ആക്കവും എന്തായിരിക്കും? വിച്ച് ഈസ് കൺസേർവ്ഡ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്: m1u1 പ്ലസ് m2u2 വിച്ച് ഇസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2. ഓക്കെ, ക്ലിയർ? ബിഫോർ കൊളീഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ. വെരി ഗുഡ്, യെസ്. ഓക്കെ, സോ അവിടെ നിങ്ങൾ മറന്നു പോവാതെ എഴുതണ്ടേ, സ്പെസിഫൈ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ, ഓക്കെ, ബാഹ്യബലം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്ലിക്കബിൾ ആവില്ല. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം ഇസ് കൺസേർവ്ഡ്. ഇസ് ഇറ്റ് ക്ലിയർ? ഐ ഹോപ്പ് സോ. സോ ദെൻ വി ആർ ഗോയിങ് ടു ടേക്ക് ദ നെക്സ്റ്റ് ടോപ്പിക്, വർത്തുള ചലനം അഥവാ സർക്കുലർ മോഷൻ. സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു ബിന്ദുവിനെ കേന്ദ്രമാക്കിയിട്ട് ഒരു സർക്കുലർ പാത്ത് ഫോളോ, ഒരു ഒബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? വിച്ച് ഇസ് ഇൻ എ സർക്കുലർ മോഷൻ അല്ലേ? ആ ഒബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ത്രെഡിൻ്റെ മുകളിൽ ഒരു കല്ല് കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളുടെ വീട്ടിലുള്ള ഫാനൊക്കെ കറങ്ങുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ഒരു സർക്കുലർ പാത്താണത് ഫോളോ ചെയ്യുന്നത്. സോ സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? ആ ഒബ്ജക്റ്റ് ഒരു സർക്കുലർ മോഷനിലാണെന്ന് പറയാം. ഇനി ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ സ്ട്രേറ്റ് ലൈൻ മോഷൻ ഒന്നും പോലെയല്ല. സർക്കുലർ പാത്ത് അല്ലെങ്കിൽ വർത്തുള ചലനത്തിന് അതിൻ്റെ ഫോഴ്സ് എവിടെ നിന്നായിരിക്കും കിട്ടുക? ആ പാത്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള അതിനുള്ള ബലം അത് എവിടെ നിന്നായിരിക്കും കിട്ടുക? എവിടുന്ന? സൈഡിൽ നിന്നങ്ങാണ്ടാണോ? ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഇവിടെ നിന്നങ്ങാണ്ടാണോ ഫോഴ്സ് കിട്ടുന്നത്? അതിൻ്റെ ബലം കിട്ടുന്ന അവിടെ നിന്നങ്ങാനാണോ? ആണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ.
ആണോ അല്ലയോ? ഒരു സർക്കുലർ മോഷന് അതിന് ആ പാത്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓക്കെ, സൈഡിൽ നിന്നൊന്നും അല്ല. യെസ്, അതിന്റെ ഫോഴ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? സെന്ററിൽ നിന്നാണ്. നമ്മൾ ത്രെഡ് കറക്കുമ്പോൾ സെന്ററിൽ നിന്നാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. സോ ഈ സർക്കുലർ പാത്തിന്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സെന്ററിൽ നിന്നാണ്. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? അഭികേന്ദ്ര ബലം എന്ന് പറയാം. ഈ ഫോഴ്സ് എക്സേർട്ടഡ് ഫ്രം ദ സെന്റർ ടു ഫോളോ എ സർക്കുലർ പാത്ത്, അതിന് നമുക്ക് എന്ത് പറയാം? സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം എന്ന് പറയാം. ക്ലിയർ? സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം. ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. Fc is equal to c. ഇതിപ്പോൾ ഒരു m മാസുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് മൂവ് ചെയ്യുന്നത് വിചാരിച്ചോ. ഓക്കെ, m മാസുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ വെലോസിറ്റി എന്താണ്? v വെലോസിറ്റിയിൽ അത് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ഇസ് നത്തിങ് ബട്ട് mv²/r. ഓക്കെ, അഭികേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് is equal to mass into velocity square divided by r. r is nothing but radius അല്ലെങ്കിൽ ആരം. ആരം. ഓക്കെ, is it clear? റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? സോ Fc is equal to mv²/r. That's it. Clear? ഇനി സ്പെസിഫൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ലിസൺ ഹിയർ. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നു. അപ്പം എ എന്ന് പറയുന്ന പോയിന്റിന് ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ഫോഴ്സ് നഷ്ടപ്പെട്ടു. ഓക്കെ, ഇത് കറങ്ങാൻ വേണ്ടിയിട്ട് ഇതിന് സെന്ററിൽ നിന്ന് ഒരു ഫോഴ്സ് വേണം. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പം അതിന്റെ ഫോഴ്സ് നഷ്ടപ്പെട്ടു. ദെൻ ഈ ബോഡി ഏത് പാത്ത് ഫോളോ ചെയ്യും? ഇതൊരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും അല്ലെങ്കിൽ വേറെ ഏത് പാത്ത് ഫോളോ ചെയ്യും? അത് ഏത് പാത്ത് ഫോളോ ചെയ്യും? ഏത് പോയിന്റിൽ നിന്നാണോ അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഫോഴ്സ് നഷ്ടപ്പെടുന്നത്, ആ പോയിന്റിൽ അത് നേരെ പോകും. ഓക്കെ, എവിടെ നിന്നാണോ അതിന്റെ ഫോഴ്സ് പോയത് ആ പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അത് മൂവ് ചെയ്യും. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് ഡെഫിനിഷൻ ആണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ക്ലിയർ? സോ ദാറ്റ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വി കംപ്ലീറ്റഡ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. യെസ്, ഓക്കെ, സെറ്റ്. നമ്മളുടെ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ നമ്മൾ കുറേ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 3 ലോസ് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. ആൻഡ് നമ്മുടെ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന ഇക്വേഷൻ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻ ചോദിക്കും. സോ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വിച്ച് ഇസ് ഈസി. എഫ് ഇസ് ഈക്വൽ, നിങ്ങൾ ഇത് ഓർത്താൽ മതി, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ചേഞ്ച് കാണണമെങ്കിൽ ആദ്യം ഒന്നും വേണം, രണ്ടാമത് വേറൊരു മൊമെന്റവും വേണം. സോ ആ മൊമെന്റം എഴുതി വെക്കുക. ദെൻ ചേഞ്ച് കണ്ടുപിടിക്കുക. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിവൈഡഡ് വിത്ത് ടി, ദെൻ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു rate of change of momentum. Then change in velocity by time, which is nothing but acceleration. And proportionality constant like മാറ്റും. അതായത് proportionality മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? F is equal to km എന്ന് കിട്ടും. Then k is equal to 1, F is equal to ma. Force is equal to mass into acceleration ബലം, which is equal to mass into ത്വരണം. Okay, so don't forget that. ആ ഡെറിവേഷൻ ഓർത്ത് വെക്കണം. Okay, then okay, give me a second. Okay. So the next chapter is gravitation. Are you guys ready? Gravitation. Gurutvakarshana balam. Gurutvakarshana. Okay. So നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് നമ്മൾ എന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മൾ എന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ചിലർക്കൊക്കെ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് ഇതും നമ്മൾ ഇതേപോലെ വളരെ ഈസി ആയിട്ട് തീർക്കും. ഓക്കെ, റെഡി? യെസ്. സോ ദ ഫസ്റ്റ് ടോപ്പിക്, നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ്. എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്. ഞാനിതിനെ മുകളിലേക്ക് ഇട്ടാലും അത് എങ്ങോട്ട് പോകും? താഴേക്ക് പോകും. എന്ത് ഒബ്ജക്റ്റ് ആയാലും ഞാനിപ്പോൾ മുകളിലേക്ക് ഇട്ടാലും അത് താഴേക്ക് തന്നെ പോകും അല്ലേ? ഡ്യൂ ടു വാട്ട്? എന്തുകൊണ്ടായിരിക്കും? ഭൂമി, എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഒബ്ജക്റ്റിന്റെ മുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് അതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ മുകളിലേക്ക് ഇട്ടാലും അതൊക്കെ താഴേക്ക് തന്നെ വരുന്നത്, അല്ലെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ താഴേക്ക് തന്നെ പോകുന്നത്, വിച്ച് ഇസ് ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണ ബലം കാരണമാണ്. സോ ഭൂമി എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നു, അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. Earth attracts all objects towards its center. This force of attraction is the force of gravity. ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം. ക്ലിയർ? സോ ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ചാപ്റ്റർ, ഇതിന്റെ ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലം വരും, ഡയറക്റ്റ് നമ്മൾ ഡെഫിനിഷൻ എഴുതേണ്ടി വരും. സോ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സാർവിക ഗുരുത്വാകർഷണ നിയമം. ഓക്കെ, സാർവിക ഗുരുത്വാകർഷണ നിയമം ബൈ ഹാർട്ട് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. ഇവിടെ നോക്കാം, നേരത്തെ നമ്മൾ പറഞ്ഞു ഭൂമി എല്ലാ വസ്തുക്കളുടെ മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന്. സെയിം വേ എല്ലാ വസ്തുക്കളും, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. സോ ഇഫ് ഐ എം കൺസിഡറിങ് ദിസ് M1 ആൻഡ് ദിസ് ഇസ് M2, രണ്ട് ഡിഫറെന്റ് മാസ് ഉള്ള ഒരു ഒബ്ജക്ട്സ് ആണ്, രണ്ട് ഡിഫറെന്റ് മാസ് ഉള്ള ഒബ്ജക്ട്സ്. അപ്പോൾ അക്കോർഡിംഗ് ടു ലോ നമ്മൾ എന്താ പറഞ്ഞത്, എല്ലാ ഒബ്ജക്ട്സും പരസ്പരം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സോ M1 എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലേക്കും, അതായത് ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കാൻ നോക്കും, M2 എന്ത് ചെയ്യും, M1 പിടിച്ച് അങ്ങോട്ട് വലിക്കാൻ നോക്കും. അതായത് രണ്ടാൾക്കാരും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലായിരിക്കും എന്നാ പറയുന്നത്, പ്രൊഡക്റ്റ് ഓഫ് ദീസ് മാസസ്. ഫോഴ്സ് ഇസ് പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദീസ് മാസസ്. അതായത് ഈ രണ്ട് മാസിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ് എന്ത്, നമ്മുടെ ബലം പറയുന്നത്. അതായത് ഇവിടുത്തെ ബലം എന്ന് പറയുന്നത് ഈ രണ്ട് മാസിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് കണ്ടീഷൻ, അതും കൂടിയുള്ളൂ, കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു, അതായത് വിപരീത അനുപാതത്തിലാണ് എന്തിന്, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്. ഓക്കെ, അതായത് ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് D എന്ന് വേണമെങ്കിലോ R എന്ന് വേണമെങ്കിലോ എന്ത് വേണമെങ്കിലും എടുക്കാട്ടോ, നോ മാറ്റർ. സോ ഇതിന്റെ ഡിസ്റ്റൻസ് ഞാൻ പാർന്നെടുക്കുന്നു, അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്, ഇത് തമ്മിലുള്ള ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. സോ വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അത്രേ ഉള്ളൂ. ഇതവിടെ നോക്കിയേ, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. ആൻഡ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും ആൻഡ് പിന്നെന്താ പറയുന്നത്, അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. സോ ഹിയർ mutual attraction between two bodies is directly proportional to product of their masses and inversely proportional to square of distance between okay, square of distance between them. That's it. Now നമുക്ക് ഇതൊന്ന് കമ്പൈൻ ചെയ്യണം. സി, നേർ അനുപാതത്തിലാണെന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്, ഇവിടെ ഫോഴ്സ് കൂടണമെങ്കിൽ, അതായത് ഇതിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, ഇത് തമ്മിലുള്ള ബലവും കൂടും. M1 ഉം M2 ഉം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് രണ്ടും തമ്മിലുള്ള ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചോ എന്ത് സംഭവിക്കും, ഇവിടുത്തെ ഫോഴ്സ് കുറയും. ഓക്കെ, എനിക്ക് ഇവിടുന്ന് അടുത്തുള്ള ഒരാൾക്കാരെ പിടിക്കാനാണോ എളുപ്പം, അല്ലെങ്കിൽ എന്നേക്കാളും കുറെ ദൂരമുള്ളതാണോ, അത്ര തന്നെയുള്ളൂ. അതായത് ദൂരം കൂടുന്നതിനനുസരിച്ച് അവ തമ്മിലുള്ള ഫോഴ്സ് കുറയും, ആൻഡ് മാസ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഫോഴ്സ് കൂടും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? ഓക്കെ, സോ ഇതിനെ നമുക്ക് ഒന്ന് കമ്പൈൻ ചെയ്യാം. സോ F is proportional to M1 into M2 by R square. അല്ലേ? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ എന്ത് കിട്ടും, F is equal to G into M1 into M2 by R square. Clear? This is very important equation. ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ വരും, ഇക്വേഷൻസ് ചോദിക്കും, ആൻഡ് ഈ ലോ സ്റ്റേറ്റ് ചെയ്യാനൊക്കെ ചോദിക്കുന്നതായിരിക്കും. ക്ലിയർ? സോ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. G എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. G എന്ന് പറയുന്നത് എന്താണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ നിങ്ങളിപ്പോൾ തിയറി ശ്രദ്ധിച്ചിരുന്നാലേ നമ്മൾ ഇനി വരുന്ന ലൈവിലൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനും കൂടെ ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. ക്ലിയർ? സോ G എന്ന് പറയുന്നത് എന്താണ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ആൻഡ് ഇതൊരു എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വാല്യൂ ഉണ്ട് അതിന്, which is nothing but G is equal to 6.67 into 10 raised to minus 11. ആൻഡ് ഇതിൻ്റെ യൂണിറ്റ് എഴുതണം. ബിഫോർ ദാറ്റ് എങ്ങനെയാണ് നമ്മൾ യൂണിറ്റ് എഴുതാം, എങ്ങനെ നമുക്ക് യൂണിറ്റ് എഴുതാം?
F is equal to G into M1 into M2 by R square എന്ന് തന്നു. ഇതിൽ നിന്ന് G ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എങ്ങനെയാ? G is equal to M1 into M2 by R square. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? റെസിപ്രോക്കൽ ആവും. സോ F R square by M1 into M2. This is the equation for gravitational constant. Okay, just to rearrange ചെയ്യാനേ ഉള്ളൂ. ഇനി ഇതിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതുക? ഫോഴ്സിന്റെ യൂണിറ്റ് which is nothing but N, Newton. Right, and radius square. Radius എങ്ങനെയാ മെഷർ ചെയ്യുക? ലെങ്ത്. സോ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ. സോ മീറ്റർ സ്ക്വയർ divided by M1 into M2. So kilogram square. This is the unit. So we can write here Newton meter square by kilogram square. That's it. So പ്രോബ്ലത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മെൻഷൻ ചെയ്യും ക്വസ്റ്റ്യനിൽ തന്നെ. അതർവൈസ് യു ക്യാൻ റൈറ്റ് ദിസ് G ആസ് ഇറ്റ് ഈസ്. ക്ലിയർ? നിങ്ങൾ ഇനി ഓർത്ത് ചെയ്യുവാണെങ്കിലും ദാറ്റ്സ് ഓൾസോ ഫൈൻ. സോ റിമെമ്പർ ദിസ്. ഈ ഇക്വേഷൻ എന്തായാലും മറന്നു വരുന്നത്. F is equal to G into M1 into M2 by R square. So then the next. Okay, before that. Okay. So here നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ത്? രണ്ട് വസ്തുക്കൾ തമ്മിൽ പരസ്പര ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ മാസിന്റെ പ്രൊഡക്റ്റിന് എന്തായിരിക്കും? നേരനുപാതത്തിലും ആൻഡ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. ഇത് നമ്മളിനി നമ്മുടെ എർത്തിന്റെ കേസിലൊന്ന് നോക്കാം. നമ്മളുടെ ഭൂമി, ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പം ഇത് തമ്മിലും എന്തുണ്ട്? ഈ ഒബ്ജക്റ്റ് ഭൂമിയുടെ മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്, ഭൂമി ഇതിന്റെ മുകളിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? സോ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാൻ പറ്റുക? എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുക? ഇത് വലിയതല്ലേ, ഭൂമി വളരെ വലുതല്ലേ. സോ വി ക്യാൻ ടേക്ക് ദിസ് ആസ് എം അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ എം. ആൻഡ് നമ്മളുടെ ഈ മാസോ ഇത് കുഞ്ഞാണ് അല്ലേ, ചെറുതാണ്. സോ നമുക്ക് എടുക്കാം സ്മോൾ ലെറ്റർ എം. സോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? G into M1 into M2 by R square. Right. So here F is equal to G into M, mass of earth. Mass of earth. Mass of earth. And this is mass of an object. Mass of an object. ഇത് ഭൂമിയുടെ മാസാണ്, അത് ഒരു ഒബ്ജക്റ്റിന്റെ മാസം. Then GMM by ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതിന്റെ സെന്റർ എന്നുള്ളതായിരിക്കില്ലേ? സോ ഇതായിരിക്കില്ലേ ഇതിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അത് വിച്ച് മീൻസ് ഭൂമിയുടെ എർത്തിന്റെ റേഡിയസ് തന്നെയാണ്. സോ R square. This is the equation. Okay, so ഈ ഇക്വേഷൻ മറന്നു പോകരുത്. F is equal to GMM by R square. Is it clear? ഒന്ന് കമന്റ് ചെയ്തേ, ക്ലിയർ ആണോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? Any doubt? Is there any doubt? Next ടോപ്പിക്കിലേക്ക് പോയാലോ? Okay. So next is this one. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭൂഗുരുത്വാകർഷണ ബലം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. നമുക്കറിയാം ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ ഷേപ്പ് അല്ല, ഒരു പെർഫെക്റ്റ് സ്ഫിയർ ഷേപ്പ് അല്ല, ആണോ? അത്ര ഭംഗിയുള്ളതല്ല അല്ലേ? ഒരു പെർഫെക്റ്റ് സ്ഫിയർ ഷേപ്പ് ആകുമ്പോൾ ഇതിന്റെ റേഡിയസ് എന്തായിരിക്കും? എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? സോ പക്ഷെ നമ്മളുടെ ഭൂമിയുടെ റേഡിയസ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല. പിന്നെ എങ്ങനെയാണ്? ഒരു കുറച്ച് രണ്ട് സൈഡിലേക്കും ഒന്ന് ബൾജ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പാണ് അല്ലെ, രണ്ട് സൈഡിലേക്കും ഒന്ന് ബൾജ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പാണ് ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയേ, ഇതിന്റെ സെന്ററിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഉള്ള ഇതിന്റെ റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അത് ഈക്വൽ ആണോ? അത് ഈക്വൽ ആണോ? അല്ല. ഇതിന്റെ മോൾ ഭാഗമാണ് ധ്രുവം അല്ലെങ്കിൽ നമുക്ക് പറയാം പോൾസ്. ആൻഡ് ദിസ് ഇസ് നത്തിങ് ബട്ട് ഭൂമധ്യരേഖ, ഓർ വി ക്യാൻ സേ ഇക്വേറ്റർ. ഇക്വേറ്റർ. സോ ഫ്രം ദ സെന്റർ ഏതിലേക്കാണ് കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത്? ഇക്വേറ്ററിലേക്കാണ് കൂടുതൽ ഡിസ്റ്റൻസ്. ആൻഡ് പോൾസിലേക്കോ? പോൾസിലേക്ക് ഡിസ്റ്റൻസ് കുറവാണ്. സോ എവിടെ വെച്ചാലായിരിക്കും ഫോഴ്സ് കൂടുതൽ അനുഭവപ്പെടുക? ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചാലായിരിക്കും ഫോഴ്സ് കൂടുതൽ അനുഭവപ്പെടുക? എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? വെരി ഈസി. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ?
സോ എന്താ ഇക്വേഷനിൽ പറഞ്ഞത്? എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു. അതായത് റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? ഫോഴ്സ് കുറയും. റേഡിയസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. സോ റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിച്ച് മീൻസ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. റേഡിയസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, റേഡിയസ് എവിടെയാണ് കൂടുതൽ? റേഡിയസ് കൂടുതൽ ഭൂമധ്യരേഖയിൽ, ഇക്വേറ്ററിലാണ്. സോ ഇവിടെ എന്തായിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. റേഡിയസ് ഓഫ് ഇക്വേറ്റർ കൂടുതലാണ്. സോ ദെൻ വാട്ട് ഹാപ്പൻ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? ഇക്വേറ്ററിൽ കുറവായിരിക്കും. അഗൈൻ ഹിയർ പോൾസിൽ എന്തായിരിക്കും? ധ്രുവത്തിൽ എന്തായിരിക്കും? ധ്രുവത്തിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് കുറവാണ്, വിച്ച് മീൻസ് റേഡിയസ് പോൾസ് കുറവാണ്, വിച്ച് മീൻസ് ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് കൂടുതലായിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പം പോൾസിൽ വെക്കുന്നതാണോ ഇക്വേറ്ററിൽ വെക്കുന്നതാണോ ഒരു ഒബ്ജക്റ്റിന് കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക? പോൾസിൽ വെക്കുന്നത്. ഇക്വേറ്ററിൽ വെക്കുന്നതിന് കുറവായിരിക്കും. വാട്ട് ഇസ് ദ റീസൺ? എന്താണ്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, സോ ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക്, ഭൂഗുരുത്വ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിഞ്ഞു, താഴേക്ക് വരുമ്പോൾ അതിന്റെ സ്പീഡ് കൂടുന്നുണ്ട്. സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് മീൻസ് ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് അല്ലേ? ത്വരണം ഇൻക്രീസ് ചെയ്യുന്നു എന്നല്ല അതിന്റെ മീനിങ്. അത് ആക്സിലറേറ്റ് ചെയ്യുന്നു, അതിന് ത്വരണം ഉണ്ടാവുന്നു എന്നാണ് അർത്ഥം. അപ്പം ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കാരണം ഒരു ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. കാരണം ആ ത്വരണം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ മുകളിൽ ഏത് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്? ഗ്രാവിറ്റി അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ, ഭൂഗുരുത്വബലം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ഓൺ എ ബോഡി ഡ്യൂ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ജി ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ ജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് ഇൻഡിക്കേറ്റ് ചെയ്യാം. ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ്, ഇനി ഭൂഗുരുത്വ ത്വരണവും മാസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഭൂഗുരുത്വ ത്വരണവും മാസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ഒബ്ജക്റ്റ്, ഇപ്പൊ ഏത് ഒബ്ജക്റ്റ് ഇട്ടാലും അതിന്റെ മുകളിൽ ഭൂമി കൊടുക്കുന്ന ബലം സെയിം ആണോ? അല്ലെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഇസ് ഈക്വൽ ആണോ? എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഒരു ഫോഴ്സിന്റെ, ഒരു ഒബ്ജക്റ്റിന്റെ മുകളിലുള്ള അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് നത്തിങ് ബട്ട് the force exerted by earth അല്ലേ? സോ എഫ് ഇസ് ഈക്വൽ ടു എം എ നമുക്കറിയാം. അപ്പൊ ഇതിന്റെ വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് ഇസ് നത്തിങ് ബട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഫോഴ്സ് ഇസ് നത്തിങ് ബട്ട്, ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എ നമുക്കറിയാം. എ ഇസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ വി ക്യാൻ റൈറ്റ് എഫ് ഇസ് ഈക്വൽ ടു എം ജി. ഇനി എഫിന് നമ്മളൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ ഇക്വേഷൻ? വാട്ട് ഈസ് ദ ഇക്വേഷൻ? ജി ഇൻറ്റു എം എം ബൈ r square അല്ലേ? So which is equal to mg. So while equating we can cancel both of this. So g is equal to gm by r square. gm by r square. This is the equation for acceleration due to gravity. ഇവിടെ മാസ് ഉണ്ടോ? അതായത് നമ്മളുടെ താഴേക്ക് വരുന്ന ഒബ്ജക്റ്റിന്റെ മാസ് ഉണ്ടോ? ഇല്ല. which means acceleration due to gravity which is do not depends on mass of the object. എർത്തിന്റെ മാസ് മാത്രമേ ഉള്ളൂ, അത് ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ഒബ്ജക്റ്റ് ആയാലും അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്ലിയർ? സോ ഇവിടെയും നോക്കുക, ജി ഇൻക്രീസ് ചെയ്യുമ്പം അതായത് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് റേഡിയസ് ഡിക്രീസ് ചെയ്യുമ്പോഴായിരിക്കും ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുക. ആൻഡ് റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് സംഭവിക്കുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഒരു നമ്മളുടെ ഭൂമിയിൽ ഇക്വേറ്ററിലാണോ പോൾസിലാണോ എവിടെയായിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ ഉണ്ടാവുക? ഇക്വേറ്ററിലാണോ പോൾസിലാണോ? എവിടെയാ ഒന്ന് കമന്റ് ചെയ്തേ. പോൾസിലാണോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇക്വേറ്ററിലാണോ? എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക?
എവിടെയായിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതൽ ഉണ്ടാവുക? നമ്മളിപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എടുക്കുന്നതെന്നോ? നമ്മൾ മോഷൻ ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, ദെൻ വർക്ക് എനർജി പവർ ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, എവിടെയാണ് കൂടുതൽ ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ത് ചെയ്യും? റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. എവിടെയാണ് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റേഡിയസ് കൂടുതലുള്ള എവിടെയാണ്? ഇക്വേറ്ററിലാണ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ എന്തായിരിക്കും? ഇക്വേറ്ററിൽ അല്ലെങ്കിൽ ഭൂമധ്യരേഖയിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. ആൻഡ് ഇവിടെ പോൾസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ then the next വാല്യൂ ഓഫ് ജി. കാരണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? ജീൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. സോ വാല്യൂസ് തന്നിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വിച്ച് ഇസ് 6.67 into 10 raised to minus 6.67 into 10 raised to minus 11 Newton meter square per kilogram square. Then mass of the earth 6 into 10 raised to 24 kilogram and radius of the earth r is equal to 6.4 into 10 raised to 6. So we are going to substitute. What is the equation? G is equal to G into M by R square. Okay, so G എന്താണ്? 6.67 into 10 raised to minus 11 Newton meter square by kilogram square into mass of the earth which is nothing but 6 into 10 raised to 24 kilogram whole divided by what? Radius square. Radius square എന്ന് പറയുന്നത് 6.4 into 10 raised to 6. 6.4 into 10 raised to 6 meter whole square. While doing this, we will get 9.8 meter per second square unit. മറക്കരുത്, കാരണം acceleration due to gravity which is G is equal to 9.8 meter per second square. Okay. Clear? Is it clear? Okay. Then the next. Acceleration due to gravity does not depend on the mass of the body. It is the same for all bodies falling to the earth. ഭൂമിയിലേക്ക് വീഴുന്ന എല്ലാ വസ്തുക്കൾക്കും acceleration due to gravity എന്തായിരിക്കും? Same ആയിരിക്കും. Okay. This one. Very important. Okay. So ഈ ഡയഗ്രാം നിങ്ങൾക്ക് ആസ് ഇറ്റ് ഈസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. എന്നിട്ട് വരുന്ന ക്വസ്റ്റ്യനും മേ ബി നിങ്ങൾക്ക് അറിയാം. എന്താണ്? ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമുണ്ട്. ഒരു പേപ്പറും ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റും കൂടി താഴേക്ക് ഇട്ടാൽ ഏതായിരിക്കും ആദ്യം എർത്തിലെത്തുക? ഏതായിരിക്കും വേഗം താഴെ എത്തുക? ഏതായിരിക്കും? പേപ്പറാണോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണോ? വിച്ച് വൺ? അഫ്കോഴ്സ് ഏതായിരിക്കും? ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും പെട്ടെന്ന് താഴെ എത്തുക, അല്ലേ? അപ്പം നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചു, എല്ലാ മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മാസ് എന്തായാലും കുഴപ്പമില്ല, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണെന്ന്. അങ്ങനെ പഠിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പേപ്പർ നല്ലേ എത്തുന്നുള്ളൂ, കല്ലൊക്കെയോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഏത് ഒബ്ജക്റ്റ് ആയാലും അത് വേഗം എത്തുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്തായിരിക്കും? അപ്പോൾ അതിൻ്റെ റീസൺ ആക്ച്വലി ലാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രൂവ് ചെയ്തത് ന്യൂട്ടൺ ആണ്. അതിൻ്റെ മുന്നേ ഗലീലിയോ ഒക്കെ അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ദ എക്സ്പെരിമെൻറ്റ് ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ഫസ്റ്റ് ഒരു ട്യൂബിൽ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ് ട്യൂബിൽ എയർ ഫില്ല് ചെയ്തു. ഓക്കെ, ആൻഡ് വേറൊരു ഗ്ലാസ് ട്യൂബിൽ എയർ റിമൂവ് ചെയ്തു, അതായത് ഇവാക്യുവേറ്റഡ് ആക്കി, വാക്യൂം സ്പേസ് ആക്കി, സ്പേസ് ഇല്ലാത്ത അവസ്ഥ, വാക്വം. ഓക്കെ, ദെൻ എന്ത് ചെയ്തു? ഒരു ഫെദറും ഒരു കോയിനും കൂടി ഈ എയർ ഫില്ല് ചെയ്തതിൽ അറ്റ് എ ടൈം ഡ്രോപ്പ് ചെയ്തു. എയർ ഫില്ല് ചെയ്ത ഗ്ലാസ് ട്യൂബിൽ നിന്ന് ഒരു ഫെദറും ഒരു കോയിനും കൂടി അറ്റ് എ ടൈം ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? കോയിൻ ആദ്യം വീണു, ഫസ്റ്റ് അടിച്ചു, ആൻഡ് ഫെദർ പിന്നെ വീണുള്ളൂ, സെക്കൻഡാ വീണേ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് കേസിൽ എന്താ സംഭവിച്ചത്? ഇവാക്യുവേറ്റഡ് ട്യൂബിൽ എന്ത് സംഭവിച്ചു? വാക്വം, ശൂന്യമായിട്ടുള്ള ട്യൂബിൽ എന്ത് സംഭവിച്ചു? കോയിനും ഫെദറും ഇട്ടപ്പം രണ്ടും ബോത്ത് അറ്റ് എ ടൈം രണ്ടും താഴെ എത്തിയത്. ഓക്കെ, എന്താ അപ്പം റീസൺ എന്താണ്? എയർ റെസിസ്റ്റൻസ് കാരണം, വായുവിൻ്റെ റെസിസ്റ്റൻസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഫെദർ മെല്ലെ താഴേക്ക് വരുന്നത്. ഓക്കെ, ഡ്യൂ ടു വാട്ട്? എയർ റെസിസ്റ്റൻസ്. അപ്പം ഇങ്ങനെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഫെദർ താഴെ എത്തിയ മെല്ലെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഡ്യൂ ടു ദ എയർ റെസിസ്റ്റൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ്, മാസും ഭാരവും, മാസ് ആൻഡ് വെയിറ്റ്, രണ്ട് ഇമേജസ് കാണുന്നുണ്ട്.
യുൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ഇമേജസ്, അതായത് തന്നിരിക്കുന്ന ചിത്രം പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഇതെന്താണ്? ദിസ് ഈസ് എ കോമൺ ബാലൻസ്. കോമൺ ബാലൻസ്. ദിസ് ഈസ് എ കോമൺ ബാലൻസ് ആൻഡ് ദിസ് ഈസ് എ സ്പ്രിംഗ് ട്രാസ്. ഓക്കെ, എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? രണ്ടും എന്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു? കോമൺ ബാലൻസ് നമുക്കറിയാം, ഇപ്പം അധികം കടയിലൊന്നും കാണില്ല, എന്നാലും ചില കടയിലൊക്കെ കാണുമായിരിക്കും. കോമൺ ബാലൻസ് എന്തിനാണ് യൂസ് ചെയ്യുക? നമ്മൾ മാസ് അളക്കാൻ വേണ്ടിയിട്ടാണ്. അത് എത്രയാണ് നമുക്ക് വേണ്ടത്, അതായത് ഒരു കിലോൻ്റെ കട്ട വയ്ക്കും, എന്നിട്ട് നമുക്ക് പഞ്ചസാരയൊക്കെ എന്താ ഈ 1 കിലോയ്ക്ക് അത്രയും ഈക്വൽ ആവുന്ന രീതിയിൽ ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. സോ മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? കോമൺ ബാലൻസ് യൂസ് ചെയ്യുന്നത്. സോ ടു മെഷർ മാസ്. ഓക്കെ, ടു മെഷർ മാസ്. ടു മെഷർ മാസ്. പക്ഷെയോ ഇവിടെ സ്പ്രിംഗ് ത്രാസോ, ഈ സ്പ്രിംഗ് ത്രാസിന്റെ മുകളിൽ ഇവിടെ നമ്മളിങ്ങനെ കുറേ വെയിറ്റ് ഹാങ് ചെയ്തിട്ടു. ഓക്കെ, വെയിറ്റ് ഹാങ് ചെയ്തിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ നീഡിൽ ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അതിന്റെ റീഡിങ് കാണിക്കുമ്പോൾ ഇപ്പോൾ ഒരു 3 ന്യൂട്ടൺ ഒക്കെ കാണിക്കുന്നതെങ്കിൽ വിച്ച് മീൻസ് വാട്ട്? ഭൂമി ഇതിന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് തന്നെയാണ് എന്ത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ 3 ന്യൂട്ടൺ. അതായത് ഭൂമി ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ കൊടുക്കുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 3 ന്യൂട്ടൺ ആണ്. ഓക്കെ, അതായത് ഇത് എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ദിസ് ഈസ് യൂസ്ഡ് ടു മെഷർ വെയിറ്റ്. ഓക്കെ, ടു മെഷർ വെയിറ്റ്. സോ ഒന്നെന്താണ്? സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ മാസ്. മറ്റേതെന്താണ്? ഭാരം അളക്കുന്നതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്പ്രിംഗ് ത്രാസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? So then the next topic, and this is the last topic on this chapter, which is Nirbada Padanam and free fall. What is Nirbada Padanam? ഒരു ബോഡി, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രം താഴേക്ക് വീഴുവാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഫ്രീ ഫോൾ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതിന് എന്താ എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെന്ന്. അതിൻ്റെ എയർ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, അതായത് നെഗ്ലിജിബിൾ ആയിരിക്കും. എയർ റെസിസ്റ്റൻസ് കുറവ്, എയർ റെസിസ്റ്റൻസും ബോയൻ ഫോഴ്സും ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ആ കേസിൽ ഒരു ബോഡി അണ്ടർ ഓൺലി ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റീനെ മാത്രം, ഭൂഗുരുത്വാകർഷണത്തിന് മാത്രം വിധേയമായിട്ട് എന്ത് ചെയ്യുന്നു? താഴേക്ക് വീഴുന്നതിനെ നമുക്ക് എന്ത് പറയാം? നിർബാധ പതനം അല്ലെങ്കിൽ ഫ്രീ ഫോൾ. ഓക്കെ, സോ അവിടെ നിർബാധ പതനത്തിലായിരിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഫ്രീ ഫോൾ ആവുമ്പം അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ ജയന്റ് വീലൊക്കെ കയറുമ്പോഴും പിന്നെ വലിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ലിഫ്റ്റിൽ നിന്ന് താഴേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊരു ബാഡ് ഫീലിംഗ് ഉണ്ടാവാറില്ല, അതായത് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ. സോ അതിന് കാരണം എന്താണ്? ഫ്രീ ഫോൾ ആണ്, നിർബാധ പതനമാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എയർ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആയിരിക്കും, ഒബ്ജക്റ്റിന്റെ മുകളിലുള്ള എയർ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആയിരിക്കും. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നതാണ് നമുക്ക് എന്ത് പറയാം? നിർബാധ പതനം എന്ന് പറയാം, ഫ്രീ ഫോൾ. ഓക്കെ, സോ that's it, the second chapter, gravitational force, gravitation. Okay, so the next chapter, 2 chapters, ഒരു മണിക്കൂർ ആവുന്നേ ഉള്ളൂ, നമ്മൾ 2 chapters complete ചെയ്തു. Clear? So then the next chapter is work, energy, power, pravarti, urjam and power. Okay, so here കുറേ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ടൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരും. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന്. അപ്പം നമുക്കറിയാം, നമ്മളുടെ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം അല്ലേ? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ത് ചെയ്യണം? അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം. സോ അങ്ങനെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുമോ? ഇല്ല, സ്ഥാനാന്തരം ഉണ്ടാവില്ല. സോ object undergo displacement only when a force is applied on them. ഒരു വസ്തുവിന്റെ മുകളിൽ ഒരു ബലം പ്രയോഗിച്ച് കഴിയുമ്പോൾ മാത്രമേ ആ ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കൂ? ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, then the next is work. നമ്മുടെ ഫസ്റ്റ് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളതാണ് വർക്ക് ആൻഡ് എനർജി ദെൻ പവർ. ഓക്കെ, വർക്ക് എന്ന് പറയുന്നത് നമ്മളല്ലാതെ നോർമലി പറയുന്ന വർക്കും ആൻഡ് ഇൻ ടേംസ് ഓഫ് ഫിസിക്സിൽ നമ്മൾ പറയുന്ന വർക്കും സെയിം ആണോ? നമ്മൾ ചിലപ്പോൾ പറയും ചില ഓതേഴ്സിൻ്റെ ബുക്സൊക്കെ നൈസ് വർക്ക് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ചില ഫിലിമൊക്കെ കണ്ടിട്ട് നല്ല വർക്കാന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇൻ ടേംസ് ഓഫ് ഫിസിക്സ് നമ്മൾ അതിനെയൊക്കെ വർക്കായിട്ട് കണക്കാക്കുമോ? അതൊക്കെ നമുക്ക് വർക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ആൻസർ ഇസ് നോ. ബിക്കോസ് ഓഫ് വാട്ട്? ഇവിടെ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്താ ഡെഫിനിഷൻ? വർക്ക് എന്ന് പറയുന്നത് എന്താണ്?
ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ആൻഡ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ആ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്ഡ് ആവുന്നെങ്കിൽ മാത്രമേ നമ്മൾ അതിന് എന്ത് പറയുള്ളൂ, വർക്ക് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് അവിടെ പറയുള്ളൂ. ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമ്മളൊക്കെ അതിന് എന്ത് പറയാം, പ്രവൃത്തി എന്ന് പറയാം. ഓക്കെ, ഒരാളൊരു കല്ല് പിടിച്ച് ഉന്തുവാണ്, അപ്പം ആ കല്ല് നീങ്ങിയില്ലെങ്കിൽ എന്താണ്, അയാൾ അവിടെ ഒരു പ്രവൃത്തിയും ചെയ്തില്ല. അത് പക്ഷേ അയാൾ ഉന്തിയ ഡയറക്ഷനിൽ നീങ്ങിയെങ്കിൽ എന്ത് പറയാം, അവിടെ അയാൾ ഒരു വർക്ക് ചെയ്തു, അല്ലെങ്കിൽ അയാളുടെ അപ്ലൈഡ് ഫോഴ്സ് അവിടെ ഒരു വർക്ക് ചെയ്തു. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കൂ. So this is the equation. Work done is nothing but force into displacement. You can use S or D, whatever the letter. So force into displacement. Balam into സ്ഥാനാന്തരം ആണ് എന്ത്, പ്രവൃത്തി എന്ന് പറയുന്നത്. Okay, next important thing, there are three types of work. ഏതൊക്കെയാണ് types of work? Easy. First is positive work done, negative work done, and zero work done. Positive work done, negative work done, and zero work done. ഏതൊക്കെ കേസിലാണ് നമ്മൾ വർക്ക് ഡൺ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ സീറോ ആണെന്നൊക്കെ പറയാം? ലിസൺ, ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അപ്ലൈയിങ് എ ഫോഴ്സ് ആൻഡ് ആ അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഞാനിതിപ്പോൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു, സെയിം ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, വിച്ച് ഇസ് എ പോസിറ്റീവ് വർക്ക് ഡൺ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സ് അപ്ലൈ ചെയ്തതും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്കത് പറയാം, അത് എന്താണ്, പോസിറ്റീവ് വർക്ക് ഡൺ ആണ്, അവിടെ ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനാരിയോസ് ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പുഷ് ചെയ്യുന്നത് നമ്മൾ കൊടുത്ത ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും അത് മൂവ് ചെയ്യുന്നെങ്കിൽ അത് പോസിറ്റീവ് വർക്ക് ഡൺ ആണ്. ഒരാൾ സ്റ്റെപ്പ് കയറുന്നതൊക്കെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, പോസിറ്റീവ് വർക്ക് ഡൺ ആയിരിക്കാം. കാരണം എന്താണ്, അയാൾ കയറുന്നത് മുകളിലേക്കാണ്, വിച്ച് മീൻസ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്, സ്ഥാനാന്തരം സെയിം ഡയറക്ഷനിലാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് നെഗറ്റീവ് വർക്ക് ഡൺ. നെഗറ്റീവ് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഒരു ഡയറക്ഷനിൽ, ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒരു ഡയറക്ഷനിൽ ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഇസ് ഓപ്പോസിറ്റ് ദാറ്റ് ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്തത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക, സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ സം ഓഫ് യു ഹാവ് തിങ്കിങ് ലൈക്ക് അങ്ങനെ ഉണ്ടാവുമോ? യെസ്, അങ്ങനെ ഉണ്ടാകും. ഏതാണ് ആ കേസ്? ഫോർ എക്സാമ്പിൾ, നമ്മൾ നടക്കുമ്പോൾ എന്തുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, റെസിസ്റ്റീവ് ഫോഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കാരണം അതൊക്കെ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ നടക്കുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷനിലും, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. ഇനി വേറൊരു എക്സാമ്പിൾ, തലയിൽ ഒരു ഹെവി വെയിറ്റും പൊക്കിയിട്ട് ഒരാൾ സ്റ്റെപ്പ് കയറുന്നു, ഓക്കെ, സ്റ്റെപ്പ് ഇറങ്ങുന്നു. കയറുമ്പോൾ അത് പോസിറ്റീവ് തന്നെയാകും. സ്റ്റെപ്പ് ഇറങ്ങുന്നു, ഓക്കെ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷനിലാണ്, പക്ഷെ അയാൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത് എങ്ങോട്ടായിരുന്നു, മുകളിലേക്കാണ്, ബലം പ്രയോഗിച്ചത് മുകളിലേക്കാണ്. അപ്പോൾ അത് പ്രയോഗിച്ച ബലവും അതിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്, താഴേക്കുമാണ്. ഓക്കെ, അയാൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ആൻഡ് ഒരു ഹെവി ഒബ്ജക്റ്റ് അത് എന്ത് ചെയ്തിട്ടുണ്ട്, ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിഫ്റ്റ് ചെയ്ത ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഇസ് നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ് വർക്ക് ഡൺ. ആൻഡ് ദ തേർഡ് വൺ, സീറോ വർക്ക് ഡൺ. സീറോ വർക്ക് ഡൺ വിച്ച് ഇസ് ഈസി, അല്ലേ? അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല എങ്കിൽ എന്ത് പറയാം, സീറോ വർക്ക് ഡൺ എന്ന് പറയാം. പക്ഷെ അവിടെ ഒരു കേസും കൂടിയുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായതെന്ന് വെക്കാം. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലും ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഫോഴ്സ് മുകളിലേക്കും ഡിസ്പ്ലേസ്മെന്റ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ്, വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണ്. വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ ആയിട്ട് വരും. കാരണം എങ്ങനെയാണ്, ഫോർ എക്സാമ്പിൾ, ഒരാൾ വെയിറ്റും ഹോൾഡ് ചെയ്തിട്ട് തലയിൽ ഒരു ഹെവി വെയിറ്റും വെച്ചിട്ട് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ നടക്കുന്നു. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലൂടെ നടക്കുമ്പോൾ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്, ഹൊറിസോണ്ടലാണ്. ആൻഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എങ്ങോട്ടാണ്, മുകളിലേക്കാണ്. വിച്ച് മീൻസ് അയാൾ ഒരു പണിയും എടുത്തിട്ടില്ല. ആൻഡ് എയറോപ്ലെയിൻ്റെ മൂവ്മെന്റ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എയറോപ്ലെയിൻ,
അതായത് ഭൂഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി അവിടെ എന്താണ്? അതും 0 ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഹൊറിസോണ്ടൽ ആണ് ആൻഡ് ഫോഴ്സ് എന്താണ്? വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഇൻ ദിസ് കേസ് ഓൾസോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0 and here work done is equal to minus F into S. ഇവിടെ work done is equal to force into displacement. Clear? So work എന്താണെന്ന് പഠിച്ചു and 3 types of work പഠിച്ചു. And you should remember the unit of work which is nothing but joule. J എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക, joule. ഓക്കെ, സോ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വർക്ക് എന്താണ്, 3 ടൈപ്സ് ഓഫ് വർക്ക് എന്താണ്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കുറേ സിനാരിയോസ് വന്നിട്ട് അവിടെ ചെയ്ത വർക്ക് ഡൺ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. സോ യു ഷുഡ് aware of this concept. Okay, so the next is nothing but a table is here and ഒരു മാസം ഉണ്ട് ഇതിൻ്റെ മുകളിൽ, ഒരു ടേബിളും ഒരു മാസം ഉണ്ട്. അപ്പം നമ്മളിവിടെ പറഞ്ഞു വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഇവിടെ ഈ ബ്ലോക്ക് ഓഫ് മാസ് എന്ത് ചെയ്യണം? ഇത് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്ത അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്തായിരിക്കും? അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്തായിരിക്കും? ഇവിടെ ഇത് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്തായിരിക്കും? നമുക്കറിയാം വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എത്ര ഹൈറ്റ് ആണോ നമ്മൾ ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്യുന്നത് അത് തന്നെയല്ലേ എൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഹൈറ്റ്. സോ എസ് ഇസ് നത്തിങ് ബട്ട് ദ ഹൈറ്റ്. ആൻഡ് വാട്ട് ഇസ് ദ ഫോഴ്സ്? ഫോഴ്സും വെയിറ്റും വിച്ച് ഇസ് ഈക്വൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg. റൈറ്റ്? സോ ദ ഇക്വേഷൻ ഈസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു mgh. അതായത് ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്തായിരിക്കും? അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിൻ്റെ അപ്ലൈഡ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, സോ ദെൻ ദ നെക്സ്റ്റ് ഈസ്, സോ ദിസ് ഇസ് സെയിം. ഒരു വസ്തു മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു mgh. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യാൻ പറ്റിയ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇവിടെ ഒരാൾ ഒരു കയറ് വെച്ചിട്ട് ഒരു മാസ് വലിക്കുന്നുണ്ട്. സോ ഒരു അപ്ലൈഡ് ഫോഴ്സ് ഇസ് ഹിയർ ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും ആൻഡ് നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് എന്താണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് വിച്ച് ഇസ് അഗെയിൻസ്റ്റ് ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ 4 ഫോഴ്സും ചെയ്ത വർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. 4 ഫോഴ്സും ഇവിടെ ചെയ്ത വർക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഓരോന്നിൻ്റെയും വർക്ക് ഡൺ ഏത് ടൈപ്പ് ആണെന്ന് പറയാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് എടുക്കാം. അപ്ലൈഡ് ഫോഴ്സ് ഓക്കെ, ദിസ് ഇസ് ഫസ്റ്റ് വൺ. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ്, ഒരു ഫോഴ്സ് എങ്ങോട്ടാണ്? ഈ സൈഡിലേക്കാണ് കൊടുക്കുന്നത് അല്ലേ? വലിക്കുന്ന ഏത് സൈഡിലേക്കാണ് നോക്കി. ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റും ആ സൈഡിലേക്ക് തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റും ഇസ് സെയിം ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്, വിച്ച് മീൻസ് രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ വിച്ച് ഇസ് പോസിറ്റീവ് വർക്ക് ഡൺ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്കാണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ആണോ? അല്ല, വിച്ച് ഈസ് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതിന് പെർപെൻഡിക്കുലർ ആണ്. ഫോഴ്സ് താഴേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് അതിന് ഹൊറിസോണ്ടൽ ആണ് അല്ലേ? വിച്ച് മീൻസ് ദിസ് ഈസ് പെർപെൻഡിക്കുലർ. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി, ആ സെയിം ഡയറക്ഷൻ ആണോ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആണോ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് 0. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് തിങ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫ്രിക്ഷൻ ഒക്കെ എവിടെ കണ്ടാലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എഴുതാം എന്ത്? അത് നെഗറ്റീവ് വർക്ക് ഡൺ ആണെന്ന്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലും ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. ഫോഴ്സ് ഒരു ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് ഒരു ഡയറക്ഷനിലുമാണ്.
സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വർക്ക് ഡൺ. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വർക്ക് ഡൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് മുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആണോ ഡിസ്പ്ലേസ്മെന്റ്? അതിന്റെ ഡയറക്ഷനിലാണോ ഡിസ്പ്ലേസ്മെന്റ്? അല്ല, അത് എങ്ങോട്ടാണ്? വിച്ച് ഇസ് 90 ഡിഗ്രി ടുവേർഡ്സ് ഇറ്റ് അല്ലേ? അതിന് 90 ഡിഗ്രി ആയിട്ട് വരില്ലേ? പെർപെൻഡിക്കുലർ ആയിട്ട് വരില്ലേ? ഈ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്, ഇങ്ങോട്ടാണ് നോർമൽ ഫോഴ്സ് വരുന്നത്. സോ ദിസ് ഇസ് 90 ഡിഗ്രി. സോ വി ക്യാൻ റൈറ്റ് Fn is also 0 work done. Okay, so normal force ചെയ്ത work done ഉം gravitational force ചെയ്ത work done ഉം 0 ആണ്. And applied force ചെയ്ത work done എന്താണ്? പോസിറ്റീവ് ആണ്. And frictional force ചെയ്ത work done which is negative. Yes, very good, very good. Abhirami Rajesh, good. Yeah. Okay, so the next ഊർജ, energy, the next topic. എനർജി ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. വാട്ട് ഇസ് എനർജി? ഒരാൾക്ക് തീരെ എനർജി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴാണ് പറയാം? ഒരു എന്തെങ്കിലും പണിയെടുക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്യാനൊക്കെ കുറേ ടൈം എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയാൻ തീരെ എനർജി ഇല്ല എന്നൊക്കെ അല്ലേ? സോ ദ എബിലിറ്റി ഓർ ദ കപ്പാസിറ്റി ടു ഡു എ വർക്ക്, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക? എനർജി എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് എനർജീസ് നമുക്കറിയാം? ഒരു മിനിറ്റ്. ഓക്കെ, സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് എനർജീസ് നമുക്കറിയാം? കുറേ അറിയാമല്ലേ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതായിട്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടുള്ള കുറേ ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ട് അല്ലേ? ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, അങ്ങനെ കുറേ എനർജി ഫോംസ് ഉണ്ട്. ഇലക്ട്രിക് എനർജി, റൈറ്റ്? ഇലക്ട്രിക് എനർജി. പിന്നെ എന്താണ് ഉള്ളത്? മെക്കാനിക്കൽ എനർജി. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്. സോ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജി അഥവാ യാന്ത്രികോർജം. മെക്കാനിക്കൽ എനർജി, mechanical energy, or we can say യാന്ത്രികോർജം. യാന്ത്രികോർജം. ഓക്കെ, ആൻഡ് ഇതിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവരെ പറ്റിയിട്ടാണ് നമ്മളിവിടെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇസ് കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം. ഓക്കെ, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യാന്ത്രികോർജം കിട്ടും, ഓർ ടോട്ടൽ എനർജി കിട്ടും. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടോപ്പിക് ഇതിൽ കൈനറ്റിക് എനർജി. സോ ഗതികോർജം. വാട്ട് ഇസ് ഗതികോർജം? സി, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇവിടെ ഞാനൊരു ചെറിയൊരു കട്ട വെച്ചു. ഓക്കെ, ചെറിയൊരു ബ്ലോക്ക് വെച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇവിടെ ഞാനൊരു ബോളും വെച്ചു. രണ്ട് ഒബ്ജക്റ്റും റെസ്റ്റിലാണ്. ഓക്കെ, രണ്ട് ഒബ്ജക്റ്റും റെസ്റ്റിലാണ്, ഒന്നും സംഭവിക്കുന്നില്ല. ആഫ്റ്റർ ദാറ്റ് ഞാൻ എന്ത് ചെയ്തു? ഈ ബോൾ ഒന്ന് ഉരുട്ടി വിട്ടു. ബോൾ ഉരുട്ടി വിട്ട് ഇതിനെ തട്ടിയപ്പോൾ എന്ത് ചെയ്തു? ഇത് മൂവ് ചെയ്തു. ഓക്കെ, ബോൾ ഉരുട്ടി വിട്ട് ഇതിനെ തട്ടിയപ്പോൾ ഹിറ്റ് ചെയ്തപ്പോൾ ഈ ബ്ലോക്ക് ഒന്ന് മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഇതിവിടെ വീണു. ഓക്കെ, വാട്ട് എവർ. സോ അപ്പോൾ അവിടെ എന്താ നടന്നത്? റെസ്റ്റിലായിരുന്നപ്പോൾ അതിനൊരു മാറ്റവും ഇല്ലായിരുന്നു. പക്ഷേ ഇതിനൊരു ഫോഴ്സ് കൊടുത്തത് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിനെന്ത് സംഭവിച്ചു? ഇതിന് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തോ ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ ബ്ലോക്ക് ഇവിടെ വീഴുക അല്ലെങ്കിൽ മൂവ് ചെയ്യുകയൊക്കെ ചെയ്തത് അല്ലേ? അപ്പം ഗതികോർജം എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് നത്തിങ് ബട്ട് ഒരു വസ്തുവിനെ അതിന്റെ ചലനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന എനർജിയാണ് എന്ത്? അല്ലെങ്കിൽ ഊർജ്ജമാണ് എന്ത്? ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഇസ് ദ കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു എനർജിക്ക് അതിന്റെ ചലനാവസ്ഥയിൽ കിട്ടുന്ന അല്ലെങ്കിൽ മോഷൻ സ്റ്റേറ്റിലായിരിക്കുമ്പോൾ കിട്ടുന്ന എനർജിനെ നമുക്ക് എന്ത് പറയാം? അതിനെ നമുക്ക് കൈനറ്റിക് എനർജി എന്ന് പറയാം. ഇനി കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എങ്ങനെയാണെന്ന് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, പക്ഷെ ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഒരു പ്ലെയിൻ ക്ലിയർ. സോ ഇവിടെ ഞാനൊരു മാസ് വയ്ക്കുന്നു. ഇനീഷ്യലി ഈ മാസ് എന്താണ്? റെസ്റ്റിലാണ്. സോ ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് u is equal to 0. ഇനീഷ്യലി ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ? ഇത് മൂവ് ചെയ്യും. ഓക്കെ, സോ ഇത് മൂവ് ചെയ്യും. ഇത് എ എന്ന് പറയുന്ന പൊസിഷൻ എടുക്കുന്നു. ദിസ് ഇസ് ബി. സോ മൂവ് ചെയ്യും. മാസ് ചേഞ്ച് ചെയ്യുമോ? മാസ് ചേഞ്ച് ചെയ്യില്ല. ആൻഡ് വെലോസിറ്റി, ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് അറിയില്ല എത്രയാണ് ഇവിടുത്തെ വെലോസിറ്റി എന്ന്. ഓക്കെ, ഇനീഷ്യലി അത് റെസ്റ്റിലാണ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു.
ഇറ്റ്സ് ഡിസ്പ്ലേസ്ഡ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു, അതിൻ്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയില്ല. ആൻഡ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്തെടുക്കാം? നത്തിങ് ബട്ട് എസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് എടുക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ ബോഡിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ എന്തായിരിക്കും? ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചപ്പോഴേ നമുക്കത് പല സ്ഥലത്തും യൂസ് ചെയ്യേണ്ടി വരും. ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് അറിയാം? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നറിയാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നറിയാം. സോ ആക്സിലറേഷൻ ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ബൈ മാസ്, അല്ലേ? ഫോഴ്സ് ബൈ മാസ്. ദെൻ സി നമുക്ക് അറിയാം തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരുന്നു? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, അല്ലേ? സോ ഇത് കണ്ടുപിടിക്കണം, അതായത് ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ബിയിലുള്ള വെലോസിറ്റി എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു എന്താണ്? യു ഇസ് നത്തിങ് ബട്ട് 0, ഇനീഷ്യൽ വെലോസിറ്റി 0. സോ വിച്ച് ഇസ് ഈക്വൽ ടു 2as. എ എന്താണ്? വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലേ? ആണോ? അതെ. പക്ഷേ ഇവിടെ എന്താണ് നമുക്ക് ഇക്വേഷൻ വേണ്ടത്? എഫ് ബൈ എം. എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ബൈ എം ഇൻറ്റു എസ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എസ് തന്നെയാണ്. എ തൊട്ട് ബി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? എസ് തന്നെയാണ്. സോ ലിസൺ ഹിയർ. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഫ് ഇൻറ്റു എസ് ബൈ എം. Force into displacement, which is nothing but work done. This is nothing but work done. So we can write work done which is equal to half mv square. അതായത് ഇതിങ്ങോട്ട് വരുമ്പോൾ എന്താകും? half mv square, which is nothing but the kinetic energy. അതായത് അവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സ് തന്നെയാണ്, അവിടെ ചെയ്ത വർക്ക് തന്നെയാണ് എന്തായിട്ട് ചേഞ്ച് ചെയ്തത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയത്. ഓക്കെ, കൈനറ്റിക് എനർജി ആയിട്ട് മാറിയത് എന്താണ്? ഇവിടെ കൊടുത്ത ഫോഴ്സ് തന്നെയാണ്. സോ കൈനറ്റിക് എനർജി വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. റിമെമ്പർ ദ ഇക്വേഷൻ. വി എന്ന് പറയുന്നത് വെലോസിറ്റി, എം എന്ന് പറയുന്നത് മാസ്. ഓക്കെ, സോ ദെൻ ദ നെക്സ്റ്റ് കൈനറ്റിക് എനർജി ആൻഡ് മൊമെന്റം. ഒരു ചെറിയ ടോപ്പിക്കാണ്, കുഞ്ഞു ടോപ്പിക്. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കറിയാം കൈനറ്റിക് എനർജി, ഇവിടെ വെലോസിറ്റി 0 ആയ കൈനറ്റിക് എനർജി എന്താകും? കൈനറ്റിക് എനർജി 0 ആകും. വി 0 ആയ കൈനറ്റിക് എനർജി 0 ആകും. അതേപോലെ മൊമെന്റം നമ്മൾ പഠിച്ചതാണ്. ഒരു മോഷനിലുള്ള ഒബ്ജക്റ്റിനുള്ള അല്ലെങ്കിൽ ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് മൊമെന്റം എന്ന് പറയുന്നത്, വിച്ച് ഇസ് പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ആൻഡ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ, അല്ലേ? സോ ഫ്രം ഹിയർ നമുക്ക് എന്ത് എഴുതാം? വെലോസിറ്റി ഇസ് നത്തിങ് ബട്ട് പി ബൈ എം എന്ന് എഴുതിക്കൂടെ? ആൻഡ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. So kinetic energy which is equal to half m into p by m whole square. Square ചെയ്യാൻ മറക്കരുത്, ഡയറക്റ്റ് വെറുതെ p by m എഴുതരുത്. Then half into m into p square by m square. This is get cancelled. So kinetic energy is equal to p square by 2m. This is the relation. Do remember this? Okay. എന്താണ് അപ്പോൾ ഇക്വേഷൻ? എന്താണ്? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഓക്കെ, കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് പ്രോബ്ലത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരും. ദെൻ ദ നെക്സ്റ്റ് ഇസ് പ്രവൃത്തി ഊർജ തത്വം, വർക്ക് എനർജി പ്രിൻസിപ്പിൾ. വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ ഡെറിവേഷൻ കാണിച്ചിട്ട് എന്താണ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുതരാം. ഓക്കെ, റെഡി? സോ കൺസിഡർ സെയിം വേ ഒരു ഒബ്ജക്റ്റ്, എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ഒരു യു വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 0 അല്ല, യു വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം എഗെയിൻ ഇറ്റ് സ്റ്റാർട്ട് ടു മൂവ്. ഗിവ് മി എ സെക്കൻഡ്. ഓക്കെ, സോ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് ടു മൂവ്, അല്ലേ? പിന്നെയും അത്
വെലോസിറ്റി ചേഞ്ച് ചെയ്യും, അതായത് അത് ആക്സിലറേറ്റ് ചെയ്യും. കറക്റ്റ്. അങ്ങനെ കുറച്ചും കൂടി ഇത് ബി വെലോസിറ്റിയിൽ മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. ആൻഡ് ഇറ്റ് റീച്ച് ഹിയർ. ഓക്കെ, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോഴ്സ് അഗൈൻ അപ്ലൈ ചെയ്തു ആൻഡ് വെലോസിറ്റി ചേഞ്ച് ചെയ്തു. ഓക്കെ, ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് എസ് എന്ന് എടുക്കുന്നു. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്തെടുക്കുന്നു? എസ് എന്ന് എടുക്കുന്നു. സോ ആക്സിലറേഷൻ നമുക്ക് എന്തെടുക്കാം? എ എന്നെടുക്കാം. ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് എന്തെടുക്കാം? വിച്ച് ഇസ് എസ്. സോ ഇവിടുത്തെ ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്താണ്? ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ W is equal to F into S. Right? So according to second law again, we know that force is nothing but mass into acceleration, ma. So we can write this as work done is equal to m into a into s. Okay, ഇത് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ വിച്ച് ഇസ് നത്തിങ് ബട്ട് v square is equal to u square plus 2as. ഇവിടെ u 0 ആവോ? അല്ല, ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ല. സോ നൗ ജസ്റ്റ് അറേഞ്ചിങ് u സ്ക്വയറിനെ ഇങ്ങോട്ട് എടുക്കുക. സോ മൈനസ് u സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2as. ദെൻ ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഹാപ്പൻ? v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു s ഈ സൈഡിലേക്ക് വരും. 2s വിച്ച് ഇസ് ഈക്വൽ ടു a. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഡിവൈഡഡ് ബൈ 2x. ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ വർക്ക് ഡണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വാട്ട്? എം ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2as. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s ഇൻറ്റു എസ്. സോ ഈ എസും എസും തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഇറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽ. സോ ദെൻ work done is equal to m into v square minus u square by 2. So take outside, m common ആണ്. So work done is equal to m then half 2 പുറത്തേക്ക് എടുക്കുക v square minus half m u square which is nothing but the change in kinetic energy. അപ്പോൾ എന്താ നമ്മുടെ വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത്? അവിടെ ചെയ്ത വർക്ക് എന്ന് പറയുന്നത്, വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഗതികോർജ്ജത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ് അവിടുത്തെ വർക്ക് ഡൺ. അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഗതികോർജ്ജത്തിൽ ഉണ്ടായ മാറ്റമാണ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ദിസ് ഇസ് ദ വർക്ക് എനർജി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രവൃത്തി which is equal to ഗതികോർജ്ജ വ്യത്യാസം. Okay. Clear? Is it clear? This is the equation. ഇതാണ് ഓർത്ത് വയ്ക്കേണ്ട ഇക്വേഷൻ. ക്ലിയർ? ഒന്ന് കമന്റ് ചെയ്തേ ക്ലിയർ ആണെങ്കിൽ. ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തേ. Is it clear or not? Okay. So then the next is സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മൂവ് ചെയ്യുമ്പം ഒരു ഒബ്ജക്റ്റിന് ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് എന്ത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇനി സെയിം വേ see okay listen here. ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ആൻഡ് ഇവിടുന്ന് ഒരാൾ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത് താഴെ ഇയാളുടെ തലയ്ക്ക് എറിഞ്ഞു. മെല്ലെ തലയിലേക്ക് ഇട്ടു. ഇത്ര ഹൈറ്റ് ഒന്നും കേട്ടോ, ചെറിയ ഹൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് ഇവിടുന്ന് ഒരാൾ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തിട്ട് സെയിം കല്ല് അത്രയും തന്നെയല്ല ഇയാളുടെ തലയ്ക്ക് എറിഞ്ഞു. എപ്പോഴാണ് പണി കിട്ടാൻ ചാൻസ്? ഹൈറ്റ് ഇൻക്രീസ് ചെയ്തപ്പോഴല്ലേ? അതായത് സെയിം ഒബ്ജക്റ്റ് ആണ്, പക്ഷെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ എഫക്റ്റ് ചേഞ്ച് ചെയ്തു അല്ലേ? സോ കൂടുതൽ വർക്ക് എവിടെയാ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക? മുകളിൽ നിന്നയാളല്ലേ? അത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിന് പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഗെയിൻ ചെയ്ത എനർജി, അല്ലെങ്കിൽ പൊസിഷനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഷേപ്പ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഗെയിൻ ചെയ്ത എനർജി. ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്പ്രിങ് ഇവിടെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു മാസ് വെക്കുന്നു. ഓക്കെ, ദെൻ
ഇതിങ്ങനെ നോർമലി അതവിടെ വെക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഒരു ഫോഴ്സ് താഴേക്ക് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താകും? ഇതിങ്ങനെ ഷ്രിങ്ക് ആകും അല്ലേ? പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ, ആ ഫോഴ്സ് പെട്ടെന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മാസ് ഇവിടെ നിന്ന് തെറിച്ചു പോയില്ലേ? കാരണം എന്താണ്? അതിന്റെ ഷേപ്പിൽ ഉണ്ടായിരുന്ന ഷേപ്പിലെ ചേഞ്ച് കാരണം അത് അവിടെ എന്തായി? അവിടുത്തെ വർക്ക് ഡൺ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. ദാറ്റ് ഈസ് ദ റീസൺ. അപ്പോൾ ഷേപ്പിലോ അല്ലെങ്കിൽ അതിന്റെ പൊസിഷനിലോ ചേഞ്ച് വരുമ്പം ഗെയിൻ ചെയ്യുന്ന എനർജീനെയാണ് എന്ത് പറയുക? സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ ഹിയർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡയഗ്രം ആണ്. സെയിം ഒബ്ജക്റ്റ് 3 സ്ഥലത്ത് വെച്ചിരിക്കുന്നു. ഇതിന് വേർട്ടിക്കലി മുകളിലേക്ക് ഹൈറ്റിലേക്ക് പൊക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വർക്ക് എന്തായിരിക്കും? അതിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത വർക്ക് ഡൺ എന്തായിരിക്കും? അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് mgh നമ്മൾ പഠിച്ചാണ് അല്ലേ? mgh. അപ്പോൾ ഫസ്റ്റിലെ കേസിൽ mgh1, then ഹൈറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ mgh2, then again ഹൈറ്റ് ചേഞ്ച് ചെയ്തപ്പോൾ mgh3. സോ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് പറയാം? U is equal to mgh. ഓക്കെ, സോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി is also increasing. ഓക്കെ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജിയും ഇൻക്രീസ് ചെയ്യും. U is equal to mgh. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? half mv². മറന്നു പോകരുത്. Then the last topic on this chapter, power. എന്താണ് പവർ? എന്താണ് പവർ? ഓക്കെ, എന്താണ് പവർ? ഒരു യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി, അതായത് റേറ്റ് ഓഫ് വർക്ക് ഡൺ അല്ലെ വർക്ക് ഡൺ ഇൻ എ യൂണിറ്റ് ടൈം, അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാം? പവർ എന്ന് പറയാം. ഓക്കെ, ഒരു യൂണിറ്റ് ടൈമിൽ ചെയ്ത വർക്ക് ഡണ്ണിന് നമുക്ക് എന്ത് പറയാം? പവർ എന്ന് പറയാം. സോ പവർ ഈസ് നത്തിങ് ബട്ട് പ്രവൃത്തി ബൈ സമയം, or work done by time. Okay, so we can write P is equal to work done by time. This is our equation. ഇനി ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ. ആൻഡ് ടൈമിന്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ദിസ് ഇസ് ഓൾസോ വി ക്യാൻ കോൾ വാട്ട്. ഓക്കെ, ഓക്കെ, or we can call it as watt. ഒന്നെങ്കിൽ joules per second, പക്ഷെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? വാട്ട് എന്നാണ് യൂസ് ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? ആൻഡ് ഇവിടെ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തു. അയാൾക്കാണോ അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ആ പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്ത ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാണോ കൂടുതൽ പവർ ഉണ്ടാവുക? സി ടൈം എന്ന് പറയുന്നത് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ? അപ്പൊ ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പവർ എന്ത് ചെയ്യും? പവർ ഡിക്രീസ് ചെയ്യും. ടൈം കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് പവർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ വൺ മോർ തിങ്. പണ്ട് കാലത്ത് ഹോസിനെ ആയിരുന്നു എന്തിനു യൂസ് ചെയ്തിരുന്നത്? കുതിരകളെയായിരുന്നു ലിഫ്റ്റ് ചെയ്യാനും അതായത് ഈ കാർട്ട് വലിക്കാനും ഒക്കെ പുള്ളി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഹോസ് പവർ ആണ് എന്ത് ചെയ്തത്? പവറായിട്ട് പവറിന്റെ യൂണിറ്റ് ഒക്കെ ആയിട്ട് കണക്കാക്കിയിരുന്നത് 1 HP. അപ്പം 1 HP എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻ വാട്ട് എന്ന് പറയുന്നത് 746 വാട്ട് ആണ്. ഓക്കെ, പ്രോബ്ലത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ നമ്മൾ നെക്സ്റ്റ് ലൈവിലൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും നിങ്ങളിത് പഠിച്ചോർത്ത് വെക്കണം. 1 HP which is equal to 746 watt. That's it. So work, energy, power. Is there any doubt? Okay. Is it clear? Okay, then. Next, moving on. Today's last chapter, current, electricity, Dhara Vaidyuti. So, first of all, before starting this, ഇതിന്റെ തൊട്ട് മുന്നേ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പഠിച്ചാണ് അല്ലെ? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ട് നിൽക്കുക, അതായത് ഫ്ലോ ഇല്ലാതിരിക്കുക, മൂവ് ചെയ്യാണ്ടിരിക്കുക. ആക്ച്വലി കറണ്ടിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ കറണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി, കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ മീനിങ്, ധാരാ വൈദ്യുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലോ ഓഫ് കറണ്ടിനെ പറ്റിയിട്ടാണ്, ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഡയഗ്രത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. സോ ദിസ് ഈസ് ദ സെയിം ഡയഗ്രാം ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. എന്താണ് ഈ ഡയഗ്രാം? ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദാറ്റ്? ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ എന്താണ് ഇലക്ട്രോസ്കോപ്പ്?
ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ നമ്മൾ ഇലക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. ഇലക്ട്രോസ്കോപ്പ് ഇസ് നത്തിങ് ബട്ട് ചാർജ് ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്, അല്ലെങ്കിൽ അപ്പാരറ്റസിന് നമുക്ക് എന്ത് പറയാം? ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? ഒരു ഇലക്ട്രോസ്കോപ്പ് ഉണ്ട്. സ്വിച്ച് ഇസ് ദ സ്വിച്ച് ഓപ്പൺ ആണ്, ഐ മീൻ ഓഫ് ആണ്. ദെൻ വാട്ട്? അത് എർത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്ത് ചെയ്തിട്ടുണ്ട്? എർത്ത് ചെയ്തിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what kind of charge is present in this electroscope, moving or static? ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആയിരിക്കും? ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആയിരിക്കും നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്? സ്റ്റാറ്റിക് ആണോ മൂവിങ് ആണോ? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. ബാക്കി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ ഓക്കെ, സോ ഇവിടെ നോക്കാം. ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആണ്? ഈ ചാർജ് ഇവിടെ ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദിസ് ഇസ് സ്റ്റാറ്റിക് ചാർജ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വാട്ട് കൈൻഡ് ഓഫ് ചാർജ് ഇസ് പ്രസന്റ് ഇൻ ദിസ് ഇലക്ട്രോസ്കോപ്പ്? സ്റ്റാറ്റിക് ഓർ നിശ്ചലം. ഓക്കെ, ക്ലിയർ? കാരണം സ്വിച്ച് ഓഫ് ആണ്, ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടോ? ഇല്ല. Then the next, what happened to this charge when the switch is turned on? What happened? It's actually neutralized ആകും, അതായത് നിർവീര്യമാകും. എങ്ങനെ? See, എർത്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻഫൈനൈറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രോൺ അക്സെപ്റ്ററും, അതായത് അത് കൊടുക്കുകയും ചെയ്യും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇൻഫൈനൈറ്റ് സോഴ്സ് ആണ്, അതായത് എത്ര വേണമെങ്കിലും കൊടുക്കുകയും ചെയ്യും, എത്ര വേണമെങ്കിലും വാങ്ങുകയും ചെയ്യും. സോ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ, സർക്യൂട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്. സോ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. എങ്ങോട്ട്? ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തിട്ട് എപ്പോൾ വരെ ഫ്ലോ ചെയ്യും? ഇത് ഈക്വൽ ആകുന്നവരെ. അങ്ങനെ അത് എന്താകും? ന്യൂട്രൽ ആകും. സോ ദിസ് ഇസ് ന്യൂട്രലൈസ്. ന്യൂട്രലൈസ്. ഓക്കെ, then will the flow of charge be sustained in this arrangement? ഈ അറേഞ്ച്മെന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമോ? വൈദ്യുത പ്രവാഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമോ? നോ, സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കില്ല. ഈക്വൽ ആകുമ്പോൾ ന്യൂട്രലൈസ് ആകുമ്പോൾ പിന്നെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുമോ? നോ. ദ ആൻസർ ഇസ് നോ. അപ്പം കറണ്ട്, ഇവിടെ ചാർജ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ചാർജ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ എനി ഡൗട്ട്? Is there any doubt? Okay, so charge flow ചെയ്യുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാം? കറണ്ട് എന്ന് പറയാം. അപ്പൊ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് കറണ്ട്, which is nothing but flow of charge. Flow of charge. ഇനി ഏത് ചാർജ് ആണ്? നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ചാർജ് ഇല്ലാത്തതുണ്ട്. ഇതിൽ ഏത് ചാർജ് ആയിരിക്കും? ഇലക്ട്രോൺസ്. നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസ്. നെഗറ്റീവ് ഇലക്ട്രോൺസ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നെഗറ്റീവ് ചാർജ്. അപ്പം ഫ്ലോ ഓഫ് ചാർജിൽ ഏതാണ്? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. ഓക്കെ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ക്ലിയർ? ഈ പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇസ് ദർ എനി ഡൗട്ട്? Mr. Spice Star, it is not the place for you to chat. Simply your chit chatനുള്ള സ്ഥലമല്ല. ക്ലാസ് കേൾക്കണമെങ്കിൽ ക്ലാസ്സിലിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. എന്താ ആക്ച്വലി ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? കറണ്ട് ഫ്ലോ ചെയ്യുന്ന പാത്തിനെ നമുക്ക് സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഈ ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? ചാർജ് ഫ്ലോ ചെയ്യണം. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ചാർജ് ഫ്ലോ ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. കറക്റ്റ്. അപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യണേ ചാർജ് ഫ്ലോ ചെയ്യണം എന്ന് പറഞ്ഞു. ചാർജിന്റെ ഫ്ലോ ആണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്ലോ എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ? ഫ്ലോ എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ ഇസ് ദർ എനി കണ്ടീഷൻ? സി, ആ ഡയഗ്രാം പറയുന്നതിൻ്റെ മുന്നേ നമുക്കറിയാം, ഒരു ബലൂൺ ഫില്ല് ചെയ്തിട്ട് എയർ ഫില്ല് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തുറന്നു വിടുമ്പോൾ എന്ത് സംഭവിക്കും? മർദ്ദം കൂടിയ ഭാഗത്തു നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? എയർ റിലീസ് ആവും അല്ലേ? പ്രഷർ കൂടിയ ഭാഗത്തു നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക്. ഓർ ഒരു കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ ഒരു ഹോട്ട് വാട്ടർ നമ്മൾ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ചൂട് കുറയും അല്ലേ? അതായത് ചൂട് ട്രാൻസ്ഫർ ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതായത് കൂടുതൽ എനർജി ഉള്ള സ്ഥലത്തു നിന്ന് കുറഞ്ഞ എനർജിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. സോ നമ്മളുടെ നേച്ചറിൽ കണ്ടുവരുന്ന ഒരു ഇതാണ് എന്ത്?
പൊട്ടൻഷ്യൽ കൂടുതൽ ഉള്ളിടത്തുനിന്ന് കുറഞ്ഞതിലേക്കായിരിക്കും എനർജി ഫ്ലോ ഉണ്ടാവുക. ഹിയർ ഓൾസോ എ എന്ന് പറഞ്ഞും ബി എന്ന് പറയുന്നതിലും വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട് ആൻഡ് ദർ ഇസ് എ വാൽവ്. ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് ഡയഗ്രത്തിൽ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഈക്വലായി. അപ്പോൾ എവിടെ നിന്നായിരിക്കും ഡിഗ്രീസ് ചെയ്തിട്ടുണ്ടാവുക? എയിലായിരുന്നു കൂടുതലുള്ളത്. സോ എയിലുള്ളത് കൂടിയ എനർജി, പൊട്ടൻഷ്യൽ എനർജി കൂടിയ ഭാഗത്തുനിന്ന് അത് ഏത് സൈഡിലേക്ക് പോയി? ബി വാൽവിലേക്ക് പോയി. ഓക്കെ, സോ കൂടുതലുള്ള സ്ഥലത്തുനിന്ന് കുറഞ്ഞതിലേക്ക് പോയി. ക്ലിയർ? സോ സെയിം വേ ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി സ്റ്റേറ്റിൽ ഡിഫറൻസ് വേണം. ഒന്ന് കൂടുതലും ഒന്ന് കുറവും. നമുക്കറിയാം വെള്ളമൊക്കെ താഴേക്കല്ലേ പോവുക, ഉയർന്ന സ്റ്റേറ്റിൽ നിന്ന് താഴേക്ക് പോകും. അതായത് എനർജി കൂടിയ ലെവലിൽ നിന്ന് താഴേക്ക് പോകും. സോ ഒരു ഫ്ലോ നടക്കണമെങ്കിൽ, ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ there should be a potential difference. To flow charge there should be a potential difference. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം. ഓക്കെ, അതായത് ആ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവണം. ഇനി ഇങ്ങനെ ഒരു സർക്യൂട്ടിലൊക്കെ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറേ നേരം മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക എങ്ങനെയാണ് ഉണ്ടാവുക? എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക? വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദാറ്റ്? വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദാറ്റ്? അങ്ങനെ ഒരു ചേഞ്ച് വരണമെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? സി, ഫ്ലോ ഓഫ് ചാർജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഫ്ലോ ഓഫ് ചാർജ് നടക്കുള്ളൂ. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വാട്ട് നീഡഡ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. റിമെമ്പർ ദിസ്, EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, which is nothing but ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനുള്ള അതിന്റെ സോഴ്സിനെയാണ് എന്ത് പറയാ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ അത് നടക്കുന്നതിനെയാണ് എന്ത് പറയാ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയാം. ഇനി ഒരു സർക്യൂട്ടിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറേ നേരം കറണ്ട് ഫ്ലോ ചെയ്യണം, ചാർജ് ഫ്ലോ ചെയ്യണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം, അപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വേണം. അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? യു ആർ യൂസിങ് എ സെൽ ഓർ ബാറ്ററി. സോ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ് എന്ത്? സെൽ ഓർ ബാറ്ററി. ഓക്കെ, cell or battery. Is it clear? To flow a charge there should be a potential difference. അപ്പോൾ potential difference provide ചെയ്യുന്ന electromotive force ആണ്. അതിന്റെ source ആണ് എന്ത്? a cell or battery. അപ്പം higher state നിന്ന് low state ലേക്ക് എന്ത് ചെയ്യും? flow ചെയ്യും. ആര് flow ചെയ്യും? charge flow ചെയ്യും. Clear? Is it clear? Then the next is, okay, before that let me introduce some terms. എങ്ങനെയാണ് നമ്മൾ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുക? ദിസ് ഇസ് എ സെൽ. ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും, ഒരു നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും. നമ്മൾ ലാർജ് ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും എന്ത്? പോസിറ്റീവ് ടെർമിനൽ. ഇനി ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ സെൽസ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബാറ്ററി കിട്ടുക. ഓക്കെ, രണ്ടോ അതിലധികമോ സെൽസ് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബാറ്ററി കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? സോ ദിസ് ഇസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ദിസ് ഇസ് സെൽ, ബാറ്ററി. നെക്സ്റ്റ് തിങ്, ബൾബിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക ഈ രീതിയിലാണ്. ദിസ് ഇസ് ദ ബൾബ്. ഓക്കെ, സോ ഇസ് ദർ എനിത്തിങ്? സ്വിച്ച്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്വിച്ച്. എന്താണ്? ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമോ? സ്വിച്ച് ഓഫ് ചെയ്യുക, അതായത് ഓപ്പൺ ആക്കിയിട്ടാണ്, സർക്യൂട്ട് ഓപ്പൺ ആക്കിയിട്ടാണ്. ഇനി ക്ലോസ് ചെയ്യുമ്പോൾ, കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ക്ലിയർ? ദെൻ ദ നെക്സ്റ്റ് തിങ് നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞു. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ ടു മെഷർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണെന്ത്? വോൾട്ട് മീറ്റർ. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. സോ വോൾട്ട് മീറ്ററിന്റെ സിമ്പിൾ ആണിത്. സോ ദർ ഇസ് ഓൾസോ എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. സോ ഒരു സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നതിന് ചില രീതികളുണ്ട്. അതായത് നമുക്ക് തോന്നിയ പോലെ കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ബൾബ്, ദിസ് ഇസ് എ ബൾബ്, ആൻഡ് ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു, ആൻഡ് ഹിയർ ഇസ് എ സ്വിച്ച്. ഓക്കെ, സോ നെക്സ്റ്റ് എനിക്ക് ഈ ബൾബിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാം. എങ്ങനെയായിരിക്കും വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക? ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവ് സൈഡിലേക്കും കണക്ട് ചെയ്യണം. ഇനി ഇത് ഏത് രീതിയിൽ കണക്ട് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി, ദിസ് ഇസ് വോൾട്ട് മീറ്റർ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. സോ ഇത് താഴേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, വോൾട്ട് മീറ്റർ, അതായത് ഇതിൻ്റെ പോസിറ്റീവ് ദിസ് സൈഡ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ,
പോസിറ്റീവ് നെഗറ്റീവ്, ഇതാണ് പോസിറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ പോസിറ്റീവ് ഭാഗം കണക്ട് ചെയ്യുന്നു. ആൻഡ് ഫ്ലോ ഹിയർ, ദിസ് ഈസ് ദ നെഗറ്റീവ്, സോ നെഗറ്റീവ് ആ സൈഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് കണക്ഷൻ ഇസ് പാരലൽ, സമാന്തരമായിട്ടാണ് എന്ത് ചെയ്യുക, വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്റർ എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യുക, പാരലൽ കണക്ഷൻ ആയിരിക്കും, പാരലൽ കണക്ഷൻ ഓ സമാന്തരം. ഓക്കെ, ക്ലിയർ? സോ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഇവിടെ 3 വോൾട്ട് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 3 വോൾട്ട് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് എങ്ങനെയാണ് സെൽസ് അറേഞ്ച് ചെയ്യുക, കോമ്പിനേഷൻ ഓഫ് സെൽസ്. There are 2 ways. ഏതൊക്കെയാണത്, സീരീസ് ആൻഡ് പാരലൽ, സമാന്തര രീതിയും ആൻഡ് ശ്രേണി രീതിയും. സീരീസ് എന്ന് പറയുന്നത് ശ്രേണി രീതി. സോ എന്താണ് അതിന്റെ ഡിഫറൻസ് നോക്കാം. This is ശ്രേണി and this is സമാന്തര രീതി. Okay, so what is the difference? ശ്രേണി രീതിയിൽ എങ്ങനെയായിരിക്കും സെൽസ് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ, കൺസിഡർ ദിസ് ഇസ് ദ ഒരു വയറിൻ്റെ 2 എൻഡ് ആണ് ആൻഡ് സെൽസ് ഷുഡ് ബി കണക്റ്റഡ് ലൈക്ക് ദിസ്. ഒരു പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, അങ്ങനെയാണ് എന്ത് അറേഞ്ച് ചെയ്യുക, സെൽസ് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ക്ലിയർ? സോ ഈ സർക്യൂട്ടിലെ ടോട്ടൽ എഫക്റ്റീവ് EMF അല്ലെങ്കിൽ വോൾട്ട് എത്രയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക, ഈ ഓരോ സെല്ലിൻ്റെയും സമ്മാണ് എന്ത്, ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്. Okay, so this is E1, E2, E3, then this is nothing but total എന്ന് പറയുന്നത് എന്താണ്, E1 plus E2 plus E3. Okay, E1 plus E2 plus E3 ആണെന്ത്, ഇതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും. ഇവിടെ എത്ര കറണ്ടാണോ ഫ്ലോ ചെയ്യുന്നത് അത്ര തന്നെയായിരിക്കും ഇവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവുക, കറണ്ടിന് ചേഞ്ച് ഒന്നും വരില്ല. ഓക്കെ, എത്ര കറണ്ടാണോ ഫ്ലോ ചെയ്യുന്നത് അത്ര തന്നെയായിരിക്കും ഓരോ സെല്ലിൽ കൂടെയും ഫ്ലോ ചെയ്യാം. ക്ലിയർ? സോ ഒരു സർക്യൂട്ടിലെ ഈ EMF ഒക്കെ ഓരോ സെല്ലിൻ്റെയും EMF ഈക്വൽ ആണെങ്കിൽ, ഒരു 1.5 തന്നെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റുക. സോ നത്തിങ് ബട്ട് ഇക്വേഷൻ ഇതാണ്, ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റുക, വിച്ച് ഇസ് നത്തിങ് ബട്ട് N into E. അതായത് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൽസ് ഇൻറ്റു അതിൻ്റെ EMF. ഓക്കെ, so remember this. Then the next thing, parallel connection, സമാന്തര രീതി. പാരലൽ കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പോസിറ്റീവ് ടെർമിനൽസ് ഒക്കെ ഒരു സൈഡിൽ കണക്ട് ചെയ്യും, നെഗറ്റീവ് ടെർമിനൽസ് ഒക്കെ ഒരു സൈഡിൽ കണക്ട് ചെയ്യും. ഇതേപോലെ പോസിറ്റീവും നെഗറ്റീവും അങ്ങനെ മിങ്കിൾ ചെയ്തിട്ടല്ല, ഒരു സൈഡിൽ പോസിറ്റീവ് എൻസും ഒരു സൈഡിൽ നെഗറ്റീവ് എൻസും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. So E1, E2, E3. So 3 cells are connected in parallelly. അതായത് പോസിറ്റീവ് ടെർമിനൽസ് ഒരു സൈഡിലും കണക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ടെർമിനൽസ് വേറൊരു സൈഡിലും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ടോട്ടൽ EMF എങ്ങനെ മെഷർ ചെയ്യാം, ഇതിൻ്റെ ടോട്ടൽ EMF ഇസ് നത്തിങ് ബട്ട് ഇതേപോലെ നമുക്ക് സം ചെയ്യാൻ പറ്റില്ല, ഈ ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ EMF തന്നെയായിരിക്കും എന്ത്, ഇതിൻ്റെ ടോട്ടൽ എഫക്റ്റീവ് EMF എന്ന് പറയുന്നത്. സഫല EMF എന്ന് പറയുന്നത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ EMF ആയിരിക്കും. E is nothing but EMF of one cell. ഓക്കെ, സോ അതാണ് സമാന്തര രീതിയും ശ്രേണി രീതിയും, പാരലൽ കണക്ഷൻ ആൻഡ് സീരീസ് കണക്ഷൻ. സോ വോൾട്ട് മീറ്റർ നമ്മൾ ഏത് രീതിയിലാണ് കണക്ട് ചെയ്യുക, വിച്ച് ഈസ് ഇൻ പാരലൽ കണക്ഷൻ, അല്ലാണ്ട് സീരീസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദെൻ ദ നെക്സ്റ്റ്, സോ ഇലക്ട്രിക് കറണ്ട് എന്താ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ജസ്റ്റ് ഡെഫിനിഷൻ, സോ വിച്ച് ഈസ് നത്തിങ് ബട്ട് ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ പാസ് ചെയ്യുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയാ, വൈദ്യുത പ്രവാഹ തീവ്രത എന്നോ അല്ലെങ്കിൽ വൈദ്യുത കറണ്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ അളവ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ, I is equal to, അതായത് അതിലൂടെ ഒഴുകുന്ന ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഓർ പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവ് ബൈ സമയം, അങ്ങനെയൊക്കെ എഴുതാം. സോ ഐ എം റൈറ്റിംഗ് ഹിയർ Q/T. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ. ചാർജ് ബൈ ടൈം ഇസ് നത്തിങ് ബട്ട് കറണ്ട്. ഇനി എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ് എന്താണ്, ചാർജിന്റെ യൂണിറ്റ് കൂളും ബൈ ടൈം, ഓർ വി ക്യാൻ സേ ദിസ് ഇസ് ആംപിയർ. നമ്മൾ ആംപിയർ ആണ് യൂസ് ചെയ്യുക, ആംപിയർ. ഓക്കെ, ദിസ് ഇസ് ദ യൂണിറ്റ്. So electric current is nothing but current or intensity of current is the quantity of charge that flows through a conductor in a circuit in 1 second. ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ്
കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? അമ്മീറ്റർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? വോൾട്ട് മീറ്റർ. ആൻഡ് കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ. ടു മെഷർ കറണ്ട്. ഓക്കെ, അമ്മീറ്ററിനും ഇതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഉണ്ട് ആൻഡ് ഇൻഡിക്കേറ്റഡ് ലൈക്ക് ദിസ്. ഇനി അമ്മീറ്റർ എങ്ങനെയാണ് ഒരു സീരീസിൽ കണക്ട് ചെയ്യാൻ നോക്കാം. അമ്മീറ്റർ കണക്ട് ചെയ്യുക, പാരലലി ആണ് നമ്മൾ അമ്മീറ്റർ കണക്ട് ചെയ്യുക. ഓക്കെ, സോ അമ്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ so this is the way. അപ്പോൾ ഏതായിരിക്കും പോസിറ്റീവ് നെഗറ്റീവ്? ദിസ് ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ്. സി, പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, അപ്പോൾ സീരീസ് കണക്ഷൻ ആയിരിക്കും അമ്മീറ്റർ. സീരീസ് സമാന്തര രീതിയിലായിരിക്കും അമ്മീറ്റർ കണക്ട് ചെയ്യാം. സോ അമ്മീറ്ററും വോൾട്ട് മീറ്ററും കണക്ട് ചെയ്തിട്ടുള്ള ഒരു സർക്യൂട്ട് ഞാനിവിടെ വരയ്ക്കാം. This is the cell. Ammeter നമ്മൾ പറഞ്ഞു സീരീസ് കണക്ഷൻ ആയിരിക്കുന്നു. Then how we are going to connect this voltmeter. Voltmeter എങ്ങനെയാണ്? പാരലൽ കണക്ഷൻ ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എ പോസിറ്റീവ്? ഇതിൻ്റെ പോസിറ്റീവ് ഇവിടെ ആയിരിക്കും ആൻഡ് നെഗറ്റീവ് ഇവിടെ ആയിരിക്കും. ഇതിൻ്റെ പോസിറ്റീവോ? ഇതിൻ്റെ പോസിറ്റീവ് ഇവിടെ ആയിരിക്കും, നെഗറ്റീവ് ഇവിടെ ആയിരിക്കും. ഓക്കെ, ഓരോ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ദ വേ. സോ ദെൻ ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓംസ് ലോ. എന്താണ് ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? സി, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, താപനിലയിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തും ചേഞ്ച് ചെയ്യുന്ന പറയുന്നത് കറണ്ടും ചേഞ്ച് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഇസ് ഓൾസോ ഇൻക്രീസസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഇസ് ഓൾസോ ഡിക്രീസസ്. താപനില സ്ഥിരമായിരുന്ന ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, which is a constant. Okay, so how we can write V is proportional to I. Okay, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കറണ്ടിന് പ്രപ്പോർഷണൽ ആണ് ആൻഡ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുന്നു. സോ വി വിൽ ഗെറ്റ് RI. So V is equal to IR. R is nothing but the resistance. R is nothing but the resistance. And ഇതെന്താണ്? നമ്മളുടെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. V is equal to IR or RI. ക്ലിയർ? സോ ഇനി ഇത് ഓർത്ത് വെക്കാനൊരു ട്രിക്ക് പറഞ്ഞു തരാം. V is equal to IR. ആറിൻ്റെ ഇക്വേഷൻ, റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വോൾട്ടേജും കറണ്ടും തന്നാൽ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? വോൾട്ടേജ് ബൈ കറണ്ട്. So R is equal to voltage by current and current is equal to voltage by resistance. Do remember this. Current in the unit ampere and what is the unit of resistance? Which is nothing but unit of resistance is nothing but R is ohm. Ohm. ഇങ്ങനെയാണ് നമ്മളിത് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഓം ഇസ് ഇൻഡിക്കേറ്റഡ് ലൈക്ക് ദിസ്. സോ റെസിസ്റ്റൻസ് ഇസ് V by I. സോ ഓർത്ത് വയ്ക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ടും ഇൻക്രീസ് ചെയ്യും. സോ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുന്നു. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ത്? R എന്ന് പറയുന്നത്, which is nothing but the resistance and from that the equation is R is equal to V by I. ഇനി next thing, what about the diagram or graph of this Ohm's law? Ohm's law ന്റെ ഗ്രാഫ് എങ്ങനെ നമുക്ക് പ്ലോട്ട് ചെയ്യാം? Ohm's law ന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? എക്സ് ആക്സിൽ നമ്മളിവിടെ എക്സ് ആക്സിസിൽ നമ്മളിവിടെ കറണ്ട് എടുക്കുന്നു ആൻഡ് എലോങ് വൈ ആക്സിസിൽ എന്തെടുക്കുന്നു? വോൾട്ട് എടുക്കുന്നു ആൻഡ് വിച്ച് ഇസ് പ്രപ്പോർഷണൽ. ഒന്നിനൊന്ന് പ്രപ്പോർഷണൽ ആണ്. സോ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും? കറണ്ട്. ഓരോന്നും ഒരുമിച്ച് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? സോ V is proportional to I. ഇതാണ് നമ്മളുടെ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ പറയൂട്ടോ. ഇതിൽ ഓംസ് ലോ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന ഗ്രാഫ് ഏതാണെന്ന് ചോദിക്കും. Then the next, is it clear? Okay, so moving on,
പ്രതിരോധകങ്ങൾ. അപ്പൊ റെസിസ്റ്റൻസ് എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയൊരു ടേം ഇൻക്ലൂഡ് ചെയ്തു, റെസിസ്റ്റൻസ്. സോ എന്താണ് റെസിസ്റ്റൻസ്? ഒരു കോപ്പർ വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതും ഒരു പ്ലാസ്റ്റിക് വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതും സെയിം ആയിരിക്കും? അല്ല, നമുക്കറിയാം അത് സെയിം അല്ല. വിച്ച് മീൻസ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഓപ്പോസിറ്റ് ചെയ്യുന്ന എന്തോന്ന് എന്തിലുണ്ട്? പ്ലാസ്റ്റിക്കിലുണ്ട് അല്ലെ. അപ്പൊ കറണ്ടിന്റെ ഫ്ലോനെ ഓപ്പോസ് ചെയ്യുന്ന ചാലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? വൈദ്യുത പ്രവാഹത്തിനെ ഓപ്പോസ് ചെയ്യുന്ന ചാലകങ്ങളെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓരോ മെറ്റീരിയലിന്റെയും റെസിസ്റ്റൻസ് ഡിഫറൻസ് ആയിരിക്കും. സോ ഹിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ നമുക്കൊരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് കൊടുക്കണം. ഒരു 0.15 അല്ലെങ്കിൽ 1 ohm അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് കൊടുക്കണം. ആ സാഹചര്യത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്ത്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടേഴ്സ് ആണെന്ത്? റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചാലകങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? റെസിസ്റ്റേഴ്സ് എന്ന് പറയാം. ഇനി റെസിസ്റ്റേഴ്സിന്റെ സിമ്പൽ ഓർത്ത് വെക്കുക. ദിസ് ഇസ് ദ സിമ്പൽ. ഓക്കെ, ദിസ് ഇസ് ദ സിമ്പൽ ഓഫ് റെസിസ്റ്റേഴ്സ്. സോ ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാലകങ്ങളെയാണ്, കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയാം. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? റെസിസ്റ്റൻസിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും? സി, ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യുന്നു, ഒരു L ലെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യുന്നു. ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഇതിൻ്റെ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും അല്ലേ. സോ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? സോ വി ക്യാൻ റൈറ്റ് റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഓക്കെ, ഫസ്റ്റ് വൺ. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഇതിനൊരു ഏരിയ ഉണ്ടാവുമല്ലോ. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. ഇതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻ വെൻ വി ഇൻക്രീസസ് ദ ഏരിയ? ഓക്കെ, ലെറ്റ് മീ ഡ്രോ പ്രോപ്പർലി. സോ ഇതിൻ്റെ ഏരിയ നമ്മൾ എഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പം റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സോ ഏരിയ ഇൻക്രീസസ്, റെസിസ്റ്റൻസ്, അവിടെയുള്ള റെസിസ്റ്റൻസ് എന്താകും? ഏരിയ കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുതൽ ഫ്ലോ ഇല്ലേ, അപ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് R is inversely proportional to area. ഒന്ന് കൂടുമ്പം ഒന്ന് കുറയുന്നു. So when we combine this, we will get R is proportional to L by A. Okay, and then proportionality change ചെയ്യുന്നു. What we will get? R is equal to rho L by A. Rho is nothing but resistivity. നമ്മൾ നേരത്തെ R ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട്? സെയിം വേ ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താണ്? റോ ആണ്. റോ ഇസ് നത്തിങ് ബട്ട് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി. ഓക്കെ, റോ എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റിവിറ്റി. ഇനി റോന്റെ ഇക്വേഷൻ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? വെയിറ്റ്. സോ റോന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ വിൽ ഗെറ്റ് ദ റെസിസ്റ്റിവിറ്റി. റോ ഇസ് ഈക്വൽ ടു എന്ത് വരും? A by L ആയിട്ട് അപ്പുറത്തേക്ക് പോകും. സോ RA by L. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ റെസിസ്റ്റിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി ഇസ് നത്തിങ് ബട്ട് ഒരു മെറ്റീരിയൽ എടുക്കുന്നു, ഒരു യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഉള്ള മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിലുണ്ടാവുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? അതായത് അതിൽ കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്നതാണ് എന്ത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത്തും ഉള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. സോ റെസിസ്റ്റിവിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു R ഇൻറ്റു A ബൈ L, ഏരിയ ഇൻറ്റു റെസിസ്റ്റൻസ് ബൈ ലെങ്ത്. ഇതിന്റെ യൂണിറ്റ് എങ്ങനെ ഡിറൈവ് ചെയ്യാം? യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. R എന്ന് പറയുന്നത് എന്താണ്? R is what is R? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഓം. ആൻഡ് ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെങ്ത്തിന്റെ യൂണിറ്റ് ഇസ് മീറ്റർ. സോ ക്യാൻസലിംഗ് ദിസ് വി വിൽ ഗെറ്റ് ഓം മീറ്റർ. ദിസ് ഇസ് ദ യൂണിറ്റ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഓംസ് ലോ പഠിച്ചു. ഓംസ് ലോ എന്ന് നമ്മൾ എങ്ങനെയാ? V is proportional to I, then V is equal to IR എന്ന് കിട്ടി. R is the resistance. റെസിസ്റ്റൻസ് എന്ന് റെസിസ്റ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പഠിച്ചു. ആഫ്റ്റർ ദാറ്റ് ഏരിയ കൂടുമ്പം റെസിസ്റ്റൻസ് കുറയും, ലെങ്ത് കൂടുമ്പം റെസിസ്റ്റൻസ് കൂടും. ഈ രണ്ട് കേസും പഠിച്ചു. ദെൻ വി ഗോട്ട് ദ ഇക്വേഷൻ R is equal to rho L by A. റോ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ റെസിസ്റ്റിവിറ്റി. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുന്നു. വിൽ ഗെറ്റ് റോ ഇസ് ഈക്വൽ ടു RA by L and the unit is ohm meter.
Okay, so resistivity of a substance is the resistance of the conductor of unit length and unit area of cross section. The resistivity of a substance is a constant at fixed temperature, but it will be different for different material. അതായത് മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറും. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്താ പഠിച്ചത്? റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു RA/L. ഓക്കെ, then unit is nothing but ohm meter. Unit എന്താണ്? Ohm meter. Clear? So next, conductivity. ഇവിടെ നമ്മൾ റെസിസ്റ്റിവിറ്റി പഠിച്ചില്ലേ? റെസിസ്റ്റിവിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അതായത് അതിൻ്റെ വ്യുൽക്രമാണ് എന്ത്? അതിൻ്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ലെറ്റർ സിഗ്മ. ഇതിന് എന്താണ് പറയാ? സിഗ്മ എന്നാണ് പറയാ. ഓക്കെ, സിഗ്മ പറഞ്ഞാൽ വിച്ച് ഇസ് കണ്ടക്ടിവിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 1/ρ. വിൽക്രമാണ് എന്തിൻ്റെ? റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ഇസ് വാട്ട്? ഓം ഇൻവേഴ്സ് ആൻഡ് മീറ്റർ ഇൻവേഴ്സ്. ദിസ് ഇസ് ദ യൂണിറ്റ്. ക്ലിയർ? Then we are going to learn the last topic, which is rheostat. റെസിസ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സർക്യൂട്ടിൽ ഒരു ഇത്ര പ്രതിരോധം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ റെസിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്യും, അത്ര റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ അത് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ നമ്മൾ ആ റെസിസ്റ്റർ മാറ്റണം, എഗെയിൻ വേറെ ആഡ് ചെയ്യണം, ഇതൊക്കെ വേണം അല്ലേ? സോ ദിസ് ഇസ് ദ ഡിവൈസ് ഹെൽപ്പിംഗ് ദാറ്റ്. എന്താണ്? റിയോസ്റ്റാറ്റ് ഇസ് എ ഡിവൈസ് യൂസ് ടു റെഗുലേറ്റ് കറന്റ് ഇൻ എ സർക്യൂട്ട് ബൈ ചേഞ്ചിങ് ദ റെസിസ്റ്റൻസ് ഗ്രാജുവലി. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഗ്രാജുവലി ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെന്ത്? റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഈ ഇമേജ് ഓർത്ത് വയ്ക്കുക, ഇമേജ് ഐഡന്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻ ഉണ്ടാകും. സോ ദിസ് ഈസ് ദ റിയോസ്റ്റാറ്റ്. ഇതിന് രണ്ട് സൈഡിലും എന്തുണ്ടാകും? ആക്ച്വലി 3 നോബ്സ് ഉണ്ടാകും, അത് കണക്ട് ചെയ്യും. ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു സർക്യൂട്ടിലെ പ്രതിരോധം ക്രമമായി മാറ്റം വരുത്താൻ കറണ്ടിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? റിയോസ്റ്റാറ്റ്. സോ ദിസ് ഇസ് ദ സിമ്പൽ. റെസിസ്റ്റൻസിന്റെയും റിയോസ്റ്റാറ്റിന്റെയും സിമ്പൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്, മേ ബി മാറിപ്പോവരുത്. അതായത് ഈ മുകളിലുള്ള അപ്പർ പോർഷൻ ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്, റൈറ്റ്? സോ ഇവിടെ എന്താണ്? ഇവിടെ മുകളിലൊരു വാലുണ്ട്, ഇതാണ് എന്ത്? റെസിസ്റ്റൻസിന്റെ സിമ്പൽ ആണിത്. ക്ലിയർ? So that's it. We completed 4 chapters. Okay, so we'll see you soon with our other live sessions. Okay, bye.